അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കുറച്ച് സമയം നമുക്ക് ഓതാനുള്ളത് നജസുകളെ കുറിച്ച് തന്നെയാണ്. ഇന്നലെ ഏതാനും ഭാഗങ്ങൾ നജസുമായി ബന്ധപ്പെട്ടത് ഓതുകയുണ്ടായി. നമ്മുടെ ആലുരാജി ഉണ്ടോ ഇല്ലെങ്കിൽ ജോലി സംബന്ധമായ ചിലപ്പോൾ ചില അസൗകര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ചിലപ്പോൾ എത്തിയില്ല എന്ന് വരും. ഉണ്ടെങ്കിൽ ആലുരാജി തന്നെ വരും, ഇല്ലെങ്കിൽ നമ്മളെ കീശേരി ഉണ്ടല്ലോ, അവിടെ കീശേരി ആര് വന്നാലും വേണ്ടിയില്ല. ഒന്ന് പബ്ലിക്കിൽ അടിച്ചാൽ കീശേരി ഉണ്ട്. അപ്പോ അതൊരു നോക്കി വായിക്കുന്നവർക്ക് അതൊരു സൗകര്യമാണ്. എന്റെ മുന്നിൽ കിതാബ് ഉണ്ട്, എന്നാലും പബ്ലിക്കിൽ അടിച്ചാൽ നോക്കി വായിക്കുന്ന ആളുകൾക്ക് അതൊരു സൗകര്യമായിരിക്കുമല്ലോ. അല്ലാഹു തആല ഈ ദീനിന്റെ ഇൽമ് പറയുന്ന സുന്നത്ത് ജമാഅത്തിന്റെ വഴിയിലെ വഴിവിളക്കായ നമ്മുടെ ഈ ക്ലാസ് റൂമിന് സേവനം ചെയ്യുന്ന എല്ലാ പ്രവർത്തകന്മാർക്കും അല്ലാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. ആഖിറത്തിൽ ഫലം കിട്ടുന്ന, നാളെ ഹസനാത്തിന്റെ പട്ടികയിൽ മുൻതൂക്കം ലഭിക്കാൻ കാരണമാവുന്ന ഒരു അമലായി അല്ലാഹു തമ്പുരാൻ നമ്മുടെ ഈ സേവനങ്ങളെയും ഈ പ്രവർത്തനങ്ങളെയും ഒക്കെ സ്വീകരിച്ച് കബൂലാക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് വരികയാണ്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം വബിഹി നസ്തഈൻ. വമാദീൻ നമ്മളെന്ത് പറഞ്ഞു? നജസിന്റെ ഉദാഹരണം പറഞ്ഞു. കറൗസിൻ വബൗലിൻ എന്ന്. മൂത്രം, മലം എന്നിവ പോലെ. അത് ഏത് ജീവിയുടെ മൂത്രവും മലവും നജസാണ് എന്ന് പറഞ്ഞു. ഇനി മറ്റൊന്ന് വമദീൻ, മദീ പോലെ. മദീ എന്നത് വായിക്കേണ്ടത് ബിമുഅ്ജമത്തിൻ, പുള്ളിയുള്ള ദാലാണ്. കാരണം എന്താ, വേറെ പറയും വദീന്ന്, അവിടെ പുള്ളിയില്ലാത്ത ദാലാ. ഇവിടെ പുള്ളിയുള്ള ദാലാണ്, അതുകൊണ്ടാണ് മദീ എന്ന് പറയുന്നത്. എന്നാ എന്താണ് മദീ നജസാണ് എന്നതിന്റെ തെളിവ്? ലിൽ അംജി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ച കാരണം കൊണ്ട് അത് നജസാണ് എന്നതിന്റെ ദലീല. എന്തുകൊണ്ട് കൽപ്പിച്ചു? ബി ഗുസ്ലി ദക്കരി, ലിംഗം കഴുകാൻ വേണ്ടി കൽപ്പിച്ചു. മിൻഹു, ഈ മദീ കാരണം. അതായത് ബഹുമാനപ്പെട്ട ഇമാം അലിയാർ റളിയല്ലാഹു തആല അൻഹു തങ്ങള് പറയുന്നതായി ഇമാം ബുഖാരിയും മുസ്ലിമും ഒക്കെ റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം. അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു തങ്ങൾ പറയാണ്, കുന്തു റജുലൻ മദ്ദാ, എനിക്ക് ധാരാളം ഈ മദീ പുറപ്പെടുന്ന ഒരു മനുഷ്യനായിരുന്നു ഞാൻ. എന്നാൽ അതിനെപ്പറ്റി മസ്അല ചോദിക്കേണ്ടത് ആരോടാണ്? മഹാനായ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടാണ്. അപ്പോ ഫസ്തഹയ്യതു അൻ അസ്അല നബിയ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അത് നേരിട്ട് ചോദിക്കാൻ ഒരു ലജ്ജ തോന്നി എനിക്ക്. എന്താ കാരണം? ലിഖുർബി ബിനതിഹി മിന്നി, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രിയ പുത്രി മഹദിയായിരിക്കുന്ന ഫാത്തിമത്തു സഹ്റ റളിയല്ലാഹു തആല അൻഹയാണല്ലോ എന്റെ ഭാര്യ, പത്നി. അവരുമായി സമീപിക്കുകയും സ്നേഹബന്ധത്തിലും സല്ലാപത്തിലും ഏർപ്പെടുകയും ചെയ്യുന്ന സമയത്താണ് അധികവും ഈ മദീ പുറപ്പെടുന്നത്. അപ്പൊ അത് ചോദിക്കുന്നത് എന്തായാലും ഉപ്പാനോടല്ലേ. അതുകൊണ്ട് ഫഅഖ്ബർതുൽ മുഗീറത, ഈ റിവായത്തിൽ അങ്ങനെയുള്ളത്, എന്റെ കൂട്ടുകാരനായ മുഗീറ എന്ന സ്വഹാബിയോട് ഞാൻ ഈ വിവരം പറഞ്ഞു. നീ ഒന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ഈ വിഷയം ഒന്ന് അന്വേഷിക്കണം, അതിന്റെ വിധി എന്താണ് എന്ന് ചോദിച്ചു പറഞ്ഞു തരണം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചു. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, യഗ്സിലു ദക്റഹു, അങ്ങനെ വന്നാൽ നജസാണ്, അതുകൊണ്ട് ആ ലിംഗം കഴുകി വൃത്തിയാക്കണം. വയതവല്ലൗ,
വുദു ചെയ്യുകയും വേണം എന്ന് പറഞ്ഞാൽ വുദുള്ള സമയത്താണെങ്കിൽ വുദു മുറിയും, അതോടുകൂടി മൂത്രം പോലെ നജസാണ്, അതോട് കഴുകിക്കൊള്ളണം. ഈ ഹദീസാണ് ഇപ്പൊ മദി നജസാണ് എന്ന് പറയാൻ കാരണം. കാരണം ഇവിടെ കഴുകാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൽപ്പിച്ചല്ലോ, അപ്പൊ അത് നജസായതുകൊണ്ടാണ്. ഇനി എന്താണ് മദി? വഹുവ, മദി എന്നത് മാഉൻ അബിയലു, ചിലപ്പോൾ വെള്ള നിറത്തിലുള്ള ഒരു ദ്രാവകമാണ്. ഔ അസ്ഫറു, ചിലപ്പോൾ മഞ്ഞ കലർന്ന ഒരു ദ്രാവകമാണ്. റഖീഖുൻ, നേർത്തതുമാണ്. ഒട്ടും ചെറിയ പശപ്പുണ്ടാവും, പക്ഷേ കട്ടിയുള്ളതല്ല. അല്പം നേർത്ത് വെള്ള നിറത്തിലോ ചിലപ്പോൾ മഞ്ഞ കലർന്നുകൊണ്ടോ, ചില ആളുകൾ അത് വേർതിരിച്ച് പറഞ്ഞ് കാണാതെ എല്ലാവർക്കും ശരിയാവോ എന്ന് എനിക്ക് പറയാൻ കഴിയില്ല. അതായത് തണുപ്പ് കാലത്ത് പുറപ്പെടുകയാണെങ്കിൽ മതി ഏകദേശം വെള്ള നിറത്തിലായിരിക്കുമെന്നും, ശരീരം ഉഷ്ണിക്കുന്ന ഉഷ്ണകാലത്ത് പുറപ്പെടുകയാണെങ്കിൽ അല്പം മഞ്ഞ കളറോട് കൂടിയായിരിക്കും എന്നും പറയുന്നു. അത് 100% അങ്ങനെ തന്നെ ആയിരിക്കുമോ എന്നുള്ളത് പറയാൻ കഴിയില്ല. അങ്ങനെ ചില അടയാളങ്ങൾ മഹാന്മാരായ ഇമാമിങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഏതായാലും അല്പം മഞ്ഞയോട് കലർന്നുകൊണ്ടോ അല്ലെങ്കിൽ വെള്ള നിറത്തിലോ ഉള്ള അല്പം നേർത്ത ഒരു ദ്രാവകമാണ് ഈ മദി എന്ന് പറയുന്നത്. യഖ്റുജു, അത് പുറപ്പെടുക, ഗാലിബൻ, മിക്കവാറും പുറപ്പെടാറ്, എന്താ സവറാനി ശഹവത്തി, ലൈംഗിക വികാരം ഇളകി പുറപ്പെടുന്ന സമയത്താണ്. സവറാൻ എന്ന് പറഞ്ഞാൽ ഇളക്കം, അങ്ങനെ തുടങ്ങുക, അതിന്റെ പ്രാരംഭ ദശയിൽ നഷ്ടം. അതായത് ബിഗൈരി ശഹവത്തിൻ ഖവിയ്യ, ലൈംഗിക വികാരം ശക്തിപ്പെടാതെ. ശക്തിപ്പെട്ടാൽ എന്ത് നിൽക്കും? ഈ മദി പുറപ്പെടൽ നിൽക്കും. കാരണം അപ്പൊ ശരീരം നല്ല ഉഷ്ണിക്കും. ഉഷ്ണിക്കുന്ന സമയത്ത് പിന്നെ അത് പുറപ്പെടൂല. നല്ല ഉഷ്ണിക്കുന്നതിന് മുമ്പ് ലൈംഗിക വികാരത്തിന്റെ പ്രാരംഭ ദശയിൽ പുറപ്പെടുന്ന അത് സ്ത്രീകൾക്കുണ്ട് പുരുഷനുമുണ്ട്. താരതമ്യേന പുരുഷനേക്കാൾ കൂടുതൽ സ്ത്രീക്കാണ് എന്നും ഇമാമിയങ്ങൾ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇത് നജസാണ്, മദി എന്ന് പറയുന്ന സാധനം. അപ്പൊ പിന്നെ അവിടെ നിഷ്കാരി വരാം. സാധാരണ മനിയ് ത്വാഹിറാണെന്നാണല്ലോ, മനിയ് ത്വാഹിറാണ്, മദി നജസുമാണ്. സാധാരണ മദി പുറപ്പെട്ടൊരു വ്യക്തി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പ് ഈ സ്ത്രീയും പുരുഷനും ഇത് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമല്ലല്ലോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നത്. അങ്ങനെ വന്നാൽ പുരുഷനും സ്ത്രീക്കും മദി പുറപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരുടെ രഹസ്യഭാഗങ്ങൾ നജസായില്ലേ? പിന്നീട് അവർ തമ്മിൽ നടത്തുന്ന ലൈംഗിക ബന്ധം, ആ ബന്ധത്തിൽ മദി പുറപ്പെട്ടാൽ ഇതുകൊണ്ട് മുത്തനജിസാവൂലേ? അല്ലെങ്കിൽ തന്നെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടു, സ്ഖലനം സംഭവിക്കട്ടെ സംഭവിക്കാതിരിക്കട്ടെ, അങ്ങനെ വരുമ്പം പുരുഷന്റെ ലൈംഗിക അവയവം നജസാവുമല്ലോ എന്നിങ്ങനെയുള്ള സംശയങ്ങൾക്ക് ഇത് അഫു ചെയ്യപ്പെടും എന്നാണ് ഇതിന് പറഞ്ഞത്. നജസാണെന്ന് കരുതി എല്ലാ നജസും അതിന്റെ ഹുക്കും നിലനിർത്തൂല. അതായത് പുരുഷനോ സ്ത്രീക്കോ അല്ലെങ്കിൽ രണ്ടുപേർക്കുമോ മദി പുറപ്പെട്ടു, തുടർന്ന് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ അതുകൊണ്ട് ഇവരുടെ ലൈംഗിക അവയവങ്ങൾ നജസായി എന്ന് വിധിക്കേണ്ടതില്ല, അത് അഫു ഉള്ളതാണ്. അതുപോലെ തന്നെ ആ പുറപ്പെടുന്ന മനിയിൽ ഈ നജസായ രഹസ്യഭാഗത്തിലൂടെ പ്രവേശിക്കുമ്പോൾ ആ മനിയും മുത്തനജിസാവുകയില്ലേ എന്നത് അത് അഫു കൊണ്ട് നജസിന്റെ ഹുക്കുമ് വരുന്നില്ല എന്നാണ് മഹാന്മാരായ ഉലമാക്കൾ അതിന് പറഞ്ഞ മറുപടി. പിന്നെ രണ്ടാമത്തത് വദിയിൽ, മദി പോലെ വദി പോലെ ഒക്കെ എപ്പോഴും സംശയങ്ങൾ വരുന്ന വിഷയങ്ങളാണ്. ബി മുഹുമലത്തിന്, അവിടെ പുള്ളില്ലാത്ത താല. നേരത്തെ പറഞ്ഞ ബി മുഴജമത്തിന് പുള്ളിയുള്ള താല. ഇനി മദീന്റെ അവിടെ, വദീന്റെ അവിടെ മുഹുമലത്താണ്, പുള്ളി ഇല്ലാത്ത താല. ഓഹുവ, എന്താണ് ഈ വദി എന്ന് പറയുന്നത്? മാ ഉൻ, അതൊരു ദ്രാവകമാണ്. അബിയു, വെള്ള നിറവുമാണ്. കദിറുൻ, എന്നാൽ അല്പം നല്ല തനി ശുദ്ധവെള്ളമല്ല, അല്പം ഒരു കലർപ്പ് നിറമുണ്ടാവും. എന്നാൽ സഹീനുൻ, കട്ടിയുള്ളതാ. ഇതുപോലെയല്ല, മദി പോലെ നേർത്തതല്ല, വദി അല്പം കട്ടി ഉണ്ടായിരിക്കും. ഇപ്പൊ ഇതിന്റെ ഇടയ്ക്ക് ഒരാള് സംശയം ചോദിച്ചല്ലോ. അപ്പൊ അങ്ങനെ
അദ്ദേഹത്തിന് മൂത്രമൊഴിച്ചു കഴിഞ്ഞാല് അല്ലെങ്കിൽ ചിലപ്പോൾ മൂത്രമൊഴിക്കാതിരിക്കുന്ന സമയത്ത് ഇങ്ങനെ ഇത് പുറപ്പെടുന്നു. ഡോക്ടർമാരോടൊക്കെ അന്വേഷിക്കുമ്പം അവര് മനിയല്ല എന്ന് പറയുന്നു. എന്താണ് ഇതിന്റെ വിധി? യഥാർത്ഥത്തിൽ മതിയല്ല, സാധനം എന്താണ് എന്ന് ചോദിച്ചല്ലോ. അതാണ് ഈ സാധനം വദി എന്ന് പറയുന്നത്. അത് ശരീരം ഉഷ്ണിക്കുകയോ ക്ഷീണിക്കുകയോ ചെയ്യുന്ന സമയത്താണ് സാധാരണഗതിയിൽ അത് പുറപ്പെടാറ്. ചിലർക്ക് അല്ലാതെ ഉണ്ടാവാം. അധികവും ഒന്നിരിക്കൽ നന്നായി ക്ഷീണിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ശരീരം നന്നായി ഉഷ്ണിച്ച് നല്ല ചൂടുകാലത്തൊക്കെ, അങ്ങനത്തെ സമയത്താണ് മൂത്രം പുറപ്പെടുന്നതിന് മുമ്പോ മൂത്രം കഴിഞ്ഞതിന് ശേഷമോ ഒക്കെ ഈ അല്പം കട്ടിയുള്ള കൊഴുത്ത ഒരു ദ്രാവകം പുറപ്പെടുന്നത്. അതിന് വദി എന്ന് പറയും. അതും തന്നെ മൂത്രം പോലെ നജസാണ് എന്നപ്പൊ പറഞ്ഞു. അതാ യഹ്റുജു, ഈ വദി പുറപ്പെടാറ് ഓലിബൻ അധികവും, ചുരുക്കപ്പൂർവ്വം അല്ലാതെ വരാനർത്ഥം. അഖിബൽ ബൗലി, മൂത്രമൊഴിച്ച ശേഷം അതിനുടനെ ആണ് വദി പുറപ്പെടാറ് പതിവ്. ഔ ഇൻദ ഹംലി ശൈഇൻ സഖീലിൻ, അല്ലെങ്കിൽ ഭാരമുള്ള വസ്തു വല്ലതും വഹിക്കുന്ന സമയത്ത്, ചുമടെടുത്ത് ശരീരം തളരുകയോ ക്ഷണിക്കുകയോ ചെയ്യുന്ന സമയത്ത് എന്തോ മൂത്രം പുറപ്പെട്ടതുപോലെ തോന്നും. നോക്കിയാൽ ഒട്ടുന്ന ഒരു പശ പോലത്തെ ഒരു സാധനം പുറപ്പെട്ടിട്ടുണ്ടാവും. ഇങ്ങനെ പുറപ്പെടുന്ന വസ്തുവാണ് വദി. അതും തന്നെ മൂത്രം പോലെ നജസിന്റെ ഹുക്മാവുന്നു. ഇനി വദമിൻ, രക്തം പോലെയും എല്ലാ രക്തവും നജസാണെന്ന് അപ്പൊ പറയുന്നത്. ഹത്താ, എത്ര വരെ? മാ ബഖിയ അലാ നഹ്വി അൽമിൻ, ഒരു മൃഗത്തെ നമ്മൾ അറുത്തു. ആ അറുത്ത മൃഗത്തിന്റെ മാംസം എടുത്തു. മാംസം എടുത്തതിന് ശേഷം അതിന്റെ എല്ലിന്മേൽ അല്പം രക്തം പുരണ്ട് കിടക്കുന്നുണ്ട്. ഒരിക്കുന്ന രക്തമൊന്നുമില്ല, വെറും തൊട്ടാ കൈമലാകുന്നുള്ള ആൾക്ക് പുരണ്ട രക്തം മാത്രം. അതുവരെ നജസാണ്. പക്ഷേ ലാക്കിനു മഹ്ഫൂനു, സാധന നജസ് തന്നെയാണ്. പക്ഷേ ഭക്ഷണത്തിനും മറ്റൊക്കെ ആവുമ്പോ അത് വിടുതി ചെയ്യപ്പെടും, മഹ്ഫൂ ഉണ്ട് എന്ന് മാത്രം. അപ്പോ ഇപ്പൊ പറഞ്ഞത് എല്ലാ രക്തവും നജസാണ്. അത് ഒലിക്കുന്ന രക്തമായാലും വേണ്ടില്ല, ഒലിക്കാത്ത രക്തമായാലും വേണ്ടില്ല. അതുപോലെ തന്നെ ഭക്ഷ്യയോഗ്യമായ ജീവിയുടേതായാലും അല്ലാത്തതായാലും, മനുഷ്യന്റേതാണെങ്കിലും അല്ലാത്തതാണെങ്കിലും എല്ലാ രക്തവും നജസാണ്. ഇനി പറയും വസ്തസ്നഉ മിൻഹു, മഹാന്മാരായ ഇമാമിയങ്ങള് ഈ കൂട്ടത്തിൽ നിന്നിട്ടും രക്തത്തിന്റെ കൂട്ടത്തിൽ നിന്നിട്ടും ഒഴിവാക്കിയിരിക്കുന്നു. അതാണ് രക്താണ് നജസാണ് എന്ന നിയമത്തിൽ നിന്നിട്ടും ഒഴിവാക്കുകയാണ്. എന്ത്? ഈ രക്തത്തിന്റെ കൂട്ടത്തിൽ നിന്നിട്ടും അൽ കെബിദ, കരളിനെ, വത്തിഹാല, ഔത്തർച്ചി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ വൽ മിസ്ക, കസ്തൂരിമാനിൽ നിന്നിട്ട് ലഭിക്കുന്ന കസ്തൂരി. അപ്പൊ കരള്, ഔത്തർച്ചി, അതുപോലെ കസ്തൂരി എന്നിവ യഥാർത്ഥത്തിൽ ഉറച്ച രക്തമാണ്. എന്താന്ന് വെച്ചാൽ ഈ കരള് മുറിച്ചിട്ട് നമ്മൾ കഴുകാൻ തുടങ്ങിയാല്, അല്ലെങ്കിൽ ഔത്തർച്ചി മുറിച്ചിട്ട് കഴുകാൻ തുടങ്ങിയാല് അത് കഴുകി നമ്മൾ കുഴങ്ങാന്നല്ലാതെ രക്തം തീരൂല. കാരണം എന്താ? ഈ സാധനം മുഴുവൻ രക്ത. എന്നാൽ അത് അഫ്വാണെന്നല്ല, അത് നജസല്ല, അത് ഭക്ഷ്യയോഗ്യമായ വസ്തുവാണ് എന്ന്. അതുപോലെ തന്നെ മിസ്ക് എന്ന് പറയുന്ന ഒരു തരം മാനിൽ നിന്നിട്ടും ഉണ്ടാവുന്നതാണ്. അത് അതിന്റെ രക്തത്തിൽ നിന്നിട്ടും രൂപഭേദം വരുന്ന വസ്തുവാണ്. അത് ചെറിയ മുഴയായി പ്രത്യക്ഷപ്പെടുകയും അത് മൂപ്പെത്തുന്ന സമയത്ത് ഈ മാനിന് ചൊറിച്ചിൽ അനുഭവപ്പെടുകയും ചെയ്യുമ്പോൾ വല്ല മരത്തിലോ കല്ലിലോ കൊണ്ടുപോയി ഈ ചൊറി അകറ്റാൻ വേണ്ടിയിട്ട് ഇവ ഉരസുന്ന സമയത്ത് അത് വീണുപോകും. അപ്പൊ അതിനകത്തുണ്ടാകുന്ന ഒരു ദ്രാവകമാണ് ഈ മിസ്ക് എന്ന് പറയുന്നത്. അത് യഥാർത്ഥത്തിൽ ഈ കസ്തൂരിമാനിന്റെ രക്തത്തിന്റെ വകഭേദമാണ്. പക്ഷെ അത് ത്വാഹിറാണ്. ഈ വരൂബി മയ്യിത്തിൻ, ഈ മിസ്ക് എന്ന് പറയുന്നത് ജീവനില്ലാത്ത, ജീവൻ പോയൊരു മാനാണ്. ആ മാനിൽ നിന്നിട്ട് കിട്ടിയ കസ്തൂരിയാണ്. എന്നാലും അത് നജസല്ല. പക്ഷെ അവിടെ ഒരു ഷർത്തുണ്ട്. ഇനി കഥ അത് ഉറച്ചു കട്ടിയായി മൂപ്പെത്തിയിട്ടുണ്ട്.
എങ്കിൽ അത് മാൻ ജീവൻ പോയിട്ടുണ്ടെങ്കിലും അത് ത്വാഹിർ തന്നെയാണ്. അല്ലെങ്കിൽ ചത്തതിന്റെ ഭാഗം എന്നുള്ള നിലയ്ക്ക് നജസായി പോവും. എന്നാൽ ഇത് മൂപ്പെത്തി ഉറച്ചു കഴിഞ്ഞാൽ പിന്നെ ഇത് ശരീരത്തിൽ നിന്ന് പുറത്തു പോകേണ്ട അവശിഷ്ടമായി മാറി. അപ്പം യഥാർത്ഥത്തിൽ അതിന്റെ ദേഹത്തിന്റെ നിന്ന് പുറത്തു പോകേണ്ടതായ മൂപ്പെത്തിയത് എന്ന നിലക്ക് അത് ത്വാഹിർ തന്നെയാണ്, സാധനം ജീവനില്ലാത്തതാണെങ്കിൽ പോലും. എന്നാൽ അതിന്റെ പുറമെ വൽ അലക്കത്ത രക്തപിണ്ഡം, അതായത് ഈ ഗർഭധാരണത്തിന്റെ ഘട്ടങ്ങളിൽപ്പെട്ട ഭ്രൂണം രക്തക്കട്ടയായി രൂപപ്പെടുന്ന ഒരവസ്ഥ ഉണ്ട്. ആ ഗർഭത്തിന്റെ ആദ്യ ദശയാവുന്ന രക്തക്കട്ട അത് സംഗതി ചോരയായിട്ടുണ്ടാവും. പക്ഷേ അത് ഒരു മഹത്തായ ജീവിയുടെ ആദ്യ ദശ എന്ന നിലക്ക് അത് ത്വാഹിറാണ്, അത് നജസല്ല. അതിനടുത്ത ഘട്ടമാണ് വൽ മുദ്ഗത്ത് അറിഞ്ഞ്, അത് ഈ രക്തക്കട്ട ഒന്നുകൂടി രൂപഭേദം വന്നിട്ട് അത് മാംസക്കട്ടയായിട്ടുണ്ടാവും. അപ്പോഴും അത് രക്തം ഉണ്ടാവുമല്ലോ, അതൊക്കെ ത്വാഹിറാണ്, അത് നജസിന്ന് ഒഴിവാണ്. എന്നതുപോലെ ലബനൻ, പാലിനെയും മഹാന്മാരായ ഇമാമിങ്ങൾ ഈ നജസ് എന്ന വിധിയിൽ നിന്നിട്ടും ഒഴിവാക്കിയിരിക്കുന്നു. എങ്ങനെയുള്ള പാല്? ഹറജബിലൗനിദമിൻ, രക്തത്തിന്റെ കളറോട് കൂടി പുറപ്പെട്ട പാല് എന്ന് പറഞ്ഞാൽ ഒരു പശുവോ ആടോ പ്രസവിച്ചു കഴിഞ്ഞു, ആ പ്രസവിച്ച ഉടനെ അതിന്റെ അകത്തിൽ കറന്നു നോക്കിയാൽ പാല് കിട്ടും. പക്ഷേ അല്പം ഒട്ടുന്നതും ചിലപ്പോൾ ചോര കളർ കലർന്നതും ചിലപ്പോൾ മഞ്ഞ കളറുള്ളതും ഒക്കെ ആയ പാലായിരിക്കും കിട്ടുക. അവിടെ രക്തത്തിന്റെ കളർ ഉണ്ടെങ്കിൽ പോലും ഈ പാല് നജസല്ല. പാല് യഥാർത്ഥത്തിൽ രക്തത്തിന്റെ രൂപഭേദം തന്നെയാണ്. പാലായി കഴിഞ്ഞാൽ പിന്നെ ഖുർആൻ നസ്സായി പറഞ്ഞു അത് കുടിക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണെന്ന്, പിന്നെ അതിനെ പറ്റി ചർച്ചയില്ല. പക്ഷെ ഇവിടെ പാലിന്റെ കളർ വന്നിട്ടില്ല, രക്ത കളറുള്ള പാലാണ്, എന്നാലും അത് ത്വാഹിറാണ്, നജസല്ല. അതുപോലെ തന്നെ ദമുബൈളത്തിൻ വദമ ബൈളത്തിൻ, മുട്ടയിലെ രക്തം അതിനെയും നജസിൽ നിന്നിട്ടും ഒഴിവാക്കിയിരിക്കുന്നു, അത് നജസല്ല. ഏത് മുട്ട? ലം തഫ്സുദ്, കേടുവരാത്ത മുട്ട. ചീമുട്ടയാണെങ്കിൽ പറ്റൂല. ഉദാഹരണം, ഒരു കോഴി അല്ലെങ്കിൽ താറാവിന്റെ മുട്ട അടവയ്ക്കിരുത്തി, അങ്ങനെ കോഴി അടയിരിക്കുന്നതിനിടയിൽ ഇതിന്റെ രൂപഭേദമാവുന്ന രക്തമായി കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഈ കോഴി ഇത് ഇടയ്ക്ക് ഇങ്ങനെ സ്ഥലം മാറ്റി വെക്കും. അതിന്റെ ഇടയിൽ പാത്രത്തിൽ നിന്ന് താഴെ വീണ് ഒരു മുട്ട പൊട്ടി. എടുത്തു നോക്കുമ്പോൾ മുട്ടുണ്ട്, പക്ഷെ മുട്ട രക്തം വെച്ച് തുടങ്ങിയിട്ടുണ്ട്. എന്നാൽ അത് ഉപയോഗിക്കാം, അത് നജസല്ല. അതേസമയത്ത് വിരിയാത്തരക്ക് കേടുവന്ന്, അതിന്റെ മഞ്ഞ കേടുവന്നു, അങ്ങനെ കുഞ്ഞു പറക്കാൻ പറ്റാത്ത രീതിയിലായിട്ടുണ്ടെങ്കിലോ അപ്പോൾ നജസാണ്. അതാ പറഞ്ഞല്ലോ നിർസുദ് എന്ന് പ്രത്യേകം പറഞ്ഞു കൊടുത്തത്. മുട്ടയിൽ രക്തം വെച്ചിട്ടുണ്ടെങ്കിൽ കേടുവന്നതല്ല, പിന്നെ എങ്ങനെ തട്ടി വീണ് പൊട്ടിപ്പോയതാണ്. എടുത്തു നോക്കുമ്പോൾ രക്തക്കറ നിറം വന്നാണ്, എന്നാലും അത് ഉപയോഗിക്കാം. അതേസമയത്ത് മഞ്ഞ കെട്ടിട്ട് കേടുവന്ന മുട്ടയാണെങ്കിൽ അത് പിന്നെ ഉപയോഗിക്കാൻ പാടില്ല, നജസ. അതുപോലെ ഖൈഹിൻ, ചലം, പഴുപ്പ് എന്നൊക്കെ പറയാം. രക്തം നജസാണെങ്കിൽ ആ രക്തം കേടുവരുന്ന പരിവർത്തനമാണ് ചലം. രണ്ടു തരം പരിവർത്തനമുണ്ട്, അത് പ്രത്യേകം മനസ്സിലാക്കാം. ഏത്? ഫസാദിലേക്കുള്ള പരിവർത്തനവും സ്വലാഹിലേക്കുള്ള പരിവർത്തനവും എന്ന് പറഞ്ഞിട്ട് രണ്ട് പരിവർത്തനം. രക്തം നജസാണ്, എന്നാൽ ഈ രക്തം സ്വലാഹിലേക്കുള്ള പരിവർത്തനം ഉണ്ടായി എന്ന് പറഞ്ഞാൽ ഗുണകരമായ പുരോഗമനപരമായ പരിവർത്തനം, എന്നാൽ അത് ത്വാഹിറാവും. ഏതുപോലെ എന്ന് വെച്ചാൽ പാല്, രക്തത്തിന്റെ ഗുണകരമായ പരിവർത്തനമാണ് പാല്. അതുപോലെ തന്നെ രക്തത്തിന്റെ ഗുണകരമായ പരിവർത്തനമാണ് മനീയ്. അതുകൊണ്ട് ഇത് നജസല്ലാതായി മാറുകയെന്ന്. ഇതുപോലെ
കള്ള് സുർക്കിയാവുമ്പോൾ അത് ശുദ്ധിയാവുന്നത് പോലെ. അതെന്താ? അതിന്റെ ഗുണകരമായ പരിവർത്തനമാണ്. അതേസമയത്ത് ദോഷകരമായ പരിവർത്തനമുണ്ട്, ഫസാദിയായ പരിവർത്തനം. അതുകൊണ്ട് നജസാവുകയും ചെയ്യും. അതിൽപ്പെട്ടതാണ് രക്തത്തിന്റെ ഫസാദ് പരിവർത്തനം ആണ് ചലം, ചീഞ്ചലം തുടങ്ങിയതായിട്ട് മാറുന്നത്. ഇതുപോലെന്ന് വെച്ചാൽ മുന്തിരി പിഴിഞ്ഞു വെച്ച ജ്യൂസ് നല്ല സാധനമാണ്, പക്ഷെ അത് കേടുവന്നതാണ് മദ്യമാകുന്നത്. അപ്പോണ്ടോ ഈ മുന്തിരി ജ്യൂസിന്റെ പരിവർത്തനം ഫസാദിലേക്കാവുമ്പോൾ അത് നജസായി മാറുന്നു. ഇനി അത് രണ്ടാമത് പരിവർത്തനം വരുന്നത് സ്വലാഹിലേക്കാണ്, അഥവാ സുർക്കിയാണ്, അപ്പോൾ ത്വാഹിറാവുന്നു എന്നതുപോലെ തന്നെ ഈ മുട്ട രക്തമായി പരിവർത്തനപ്പെടുന്നത് എന്താ? അടുത്തത് കുട്ടിയായി പോവാൻ അടുത്തത് അത് കുഞ്ഞായി ആവാൻ വരികയാണ്. അപ്പൊ കേടുവരാതെ കുഞ്ഞാകാൻ പോകുമ്പോൾ ഒരു ജീവന്റെ ആദ്യഘട്ടം എന്ന നിലക്ക് അത് സ്വലാഹിലേക്കുള്ള പരിവർത്തനമാണ്. പിന്നെ കൈഹിൻ മുസ്തഹീലുൻ. എന്തുകൊണ്ട് ചലം നജസാണെന്ന് പറയാൻ കാരണം അത് രക്തമാണെന്ന് മാത്രമല്ല, ചീത്തയായി തരം മറിഞ്ഞ രക്തമാണ്, അഥവാ രൂപഭേദം വന്ന രക്തമാണ്. അതാണ് ഫസാദിലേക്ക് രൂപഭേദം വന്നത് എന്ന് പറഞ്ഞു. വസദീദിൻ, ചീഞ്ചലം പോലെ. അതിന്റെ പേര് ചീഞ്ചലം എന്നാണെങ്കിലും ചലത്തേക്കാളും മോശപ്പെട്ടതല്ല. ചലം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. ഞങ്ങളെ കീശിരിക്കാരെ ഭാഷയിൽ അങ്ങനെ പറഞ്ഞാൽ കീശിരിക്കാർക്ക് തിരിയും, ചിലർക്ക് പഴുപ്പ് എന്ന് പറയേണ്ടി വരും, അങ്ങനെ തിരിയാ. ഇനി വേറെ പേരുണ്ടെങ്കിൽ അങ്ങനെ. ഏതായാലും വല്ല മുറിവോ അതുപോലെ തന്നെ കുരുവോ മറ്റും ഉണ്ടായിട്ട് അത് പഴുപ്പ് ബാധിച്ച് അതിൽ നിന്ന് വരുന്ന ആ വെള്ള നിറത്തിലുള്ള ഒരു ദ്രാവകമുണ്ട്. ഇതിനാണിപ്പം ഈ കൈഹ എന്ന് പറയുന്നത്. അത് അല്പം നേർത്ത തോതിൽ നീരും ചോരയും കൂടി കലർന്നു വരുന്നതാണ് സ്വദീദ്. ഈ സ്വദീദ് എന്നത് മാ ഉൻ റഖീഖുൻ, ചലം പോലെ കട്ടിണ്ടാവൂല, അല്പം നേർത്ത ഒരു ദ്രാവകമാണ്. യുഹാലിതുഹു ദമുൻ, രക്തം കലർന്നുകൊണ്ടുള്ള. അപ്പൊ ചോരയും നീരും കൂടി കലർന്നതാണ് യഥാർത്ഥത്തിൽ സ്വദീദ് എന്ന് പറയും. അതൊക്കെ നജസാ. ഇനി വക്കത അതുപോലെ തന്നെ നജസാണ് മാഉജുറഹിൻ, മുറിവിൽ നിന്നും ഒലിക്കുന്ന നീര്. ശരീരത്തിൽ എവിടെയെങ്കിലും വല്ല മുറിവോ പഴുപ്പോ ഒക്കെ ഉണ്ടായിട്ട് ഇതിന് നീരൊലിക്കുന്നുണ്ടല്ലോ, ഈ നീര് പക്ഷെ അതിന് ഷർത്തുണ്ട്. അതുപോലെ തന്നെ ജുദ്രിയൻ എന്ന് പറഞ്ഞാൽ വസൂരി പോലെയുള്ളത്, അതിൽ നിന്ന് വരുന്ന നീര്. വനഫത്തിൻ, അതുപോലെ തന്നെ ഈ തീ പൊള്ളിയിട്ടോ ജോലി ചെയ്തിട്ടോ ഒക്കെ ഉണ്ടാകുന്ന ഈ പൊക്കിള ഉണ്ടല്ലോ, അങ്ങനെ തന്നെയല്ലേ കീശീരിയന് പറയാം. നമ്മളെ കീശീരിയത്തതിന് പറയാം പൊക്കിള എന്നല്ലല്ലോ, വേറെന്തോ പറയല്. എന്താ പറയാ? പുളുവൻ. അങ്ങനെ പുളുവൻ. അതല്ലെങ്കിൽ ചിക്കൻ ബോക്സ് ഉണ്ടായാൽ അത് ഒരു നീര് മാത്രമല്ലേ അതിന്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ. ഇങ്ങനത്തെ തകയ്യറ, ഈ മുറിവിൽ നിന്നൊലിക്കുന്ന നീരും വസൂരി പോലത്തതിൽ നിന്ന് വരുന്ന ഒരു നീരും അതുപോലെ തന്നെ പൊള്ളിയിട്ടോ ജോലി ചെയ്തിട്ടോ ഒക്കെ കയ്യിലുണ്ടാവുന്ന പുളുവലിൽ നിന്നിട്ട് ഒലിക്കുന്ന നീരും പകർച്ച വന്നിട്ടുണ്ടെങ്കിൽ നജസാണ്. അങ്ങനെ അപ്പൊ എല്ലാ നീരും നജസാണെന്നല്ല പറഞ്ഞത്. പകർച്ച വന്നു എന്ന് പറഞ്ഞാൽ അതിന്റെ ചീത്ത വാസന വന്നിട്ടുണ്ട്, അതല്ലെങ്കിൽ രക്തത്തിന്റെ കളർ കൂടിയിട്ടുണ്ട്, ഇങ്ങനെയൊക്കെയാണെങ്കിൽ നജസാണ്. ഒന്നുമില്ലെങ്കിലോ വയില്ല. അങ്ങനെ പകർച്ചയൊന്നും വന്നിട്ടില്ല, തനി ശുദ്ധ വിയർപ്പ് പോലെ നീരിങ്ങനെ ഒലിക്കുക. സാധാരണ അത്രേ ഉണ്ടാവുള്ളൂ. ഉദാഹരണം തീ പൊള്ളിയിട്ട് ഇങ്ങനെ പൊന്തി നിൽക്കുന്നു, അതിന് മെല്ലെ ഒരു സൂചി കൊണ്ട് ഒരു കുത്തു കൊടുത്താൽ പച്ചവെള്ളം പോലത്തെ ഒരു വെള്ളമായി ഇങ്ങോട്ട് ഒലിച്ചില്ല. അതുപോലെ തന്നെ നമ്മളൊരു പുതിയ ഷൂവോ ചെരുപ്പോ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ കാലിന് ഭയങ്കര ചൂട് തോന്നി, അയച്ചു നോക്കുമ്പോ അങ്ങനെ പൊള്ളച്ച് നിൽക്കുന്നുണ്ട്. ആ സ്ഥലത്ത് മെല്ലെ ഒരു സൂചി എടുത്ത് കുത്തി വെക്കിയാൽ പച്ചവെള്ളം പോലത്തെ ഒരു നീര് ഇങ്ങനെ പുറത്തു വരും. ഇങ്ങനെ കലർപ്പില്ലാതെ. അതുപോലെ തന്നെ ഒരു മുറി പറ്റി ചോര നിന്ന് കഴിഞ്ഞിട്ട് പിന്നുണ്ട് അതിന്ന് പച്ചവെള്ളം പോലത്തെ ഒരു നീരിങ്ങനെ ഒലിക്കുന്നു. എന്നാൽ ഈ നീരുകളൊക്കെ ത്വാഹിറാണ്. ഫമാഉഹാ ത്വാഹിറുൻ. ഈ പറയുന്ന മുറിവിൽ നിന്ന്, വസൂരിയിൽ നിന്ന്, പുളൂരിൽ നിന്ന് ഒക്കെ വരുന്ന നീര് പകർച്ചയില്ലാത്തതാണെങ്കിൽ ത്വാഹിറാണ്. വിയർപ്പിന്റെ വിധിയ.
അതല്ല വാസന മാറുകയോ നിറം മാറുകയോ ഒക്കെ ചെയ്ത് കലർപ്പോട് കൂടിയാണെങ്കിൽ നജസാണ്. മനസ്സിലായോ? അതിനെ പോളോൻ അവസാനം നൂനിന് സുക്കൂനാണ് ജിസിരിയെ പൊളോൻ എന്നാ പറയാം. ആയിക്കോട്ടെ, ഇനിയിപ്പോ പൊക്കളാന്ന് അറിയലുണ്ട് കണ്ണൂരിക്കാര്, അങ്ങനെ പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല, സാധനം നമുക്ക് തിരിഞ്ഞാ മതി. ഇനി വഖൈഇമദത്തിൻ ആമാശയത്തിനകത്ത് നിന്നും പുറത്തു വരുന്ന ഛർദി, അതും നജസാൻ. ഛർദി സാധാരണഗതിയിൽ അങ്ങനെ തന്നെ ഉണ്ടാല്, മനസ്സിലായില്ലേ? വയറ്റിന്റെ അകത്ത് നിന്ന് ഛർദിച്ചൊരു മനുഷ്യൻ, വയറ്റിന്റെ അകത്ത് നിന്ന് തന്നെ പള്ളയെന്നല്ലല്ലോ, ഈ ആമാശയത്തു നിന്നാണ് ഈ ഛർദി വരിക. അങ്ങനെയുള്ള ഛർദി അത് നജസ് തന്നെ. വൈലമ്യത്തയ്യർ, ഒരു പകർച്ചയും ഇല്ലാതെ നമ്മൾ അങ്ങോട്ട് കഴിച്ച ഭക്ഷണം അല്ലെങ്കിൽ വെള്ളം അങ്ങനെ വന്നതാണ്, എന്നാലും അത് നജസാണ്. പകർച്ചെന്തെങ്കിലും ഇല്ലെങ്കിലും ആമാശയത്തിലെത്തിയ വസ്തു പുറത്തേക്ക് ഛർദിക്കപ്പെട്ടാൽ അത് നജസ് തന്നെയാണ്. ഇനി എന്താണ് ഈ കൈ? ഓഹുവ, ഈ കൈ എന്ന് പറയുന്നത് അർറാജിഉ, മടങ്ങി വരുന്ന വസ്തുക്കളാണ്. ബഅദൽ വുസൂലി, എത്തിയതിനു ശേഷം മടങ്ങി വരുന്നു. എവിടേക്കെത്തിയതിനു ശേഷം? ലിൽ മൈദത്തി, ആമാശയത്തിലേക്ക്. നാം ഇവിടെ നിന്ന് കഴിച്ച വെള്ളം, ഭക്ഷണം തുടങ്ങിയവ നമ്മുടെ അകത്തുള്ള ആമാശയത്തിൽ എത്തിയതിനു ശേഷം തിരിച്ചു വന്നാൽ അതിനാണ് കൈ അഥവാ ഛർദി എന്ന് സാങ്കേതികമായി പറയുന്നത്. വലൗമാൻ, പച്ചവെള്ളമാണെങ്കിലും ശരി, ആമാശയത്തിലെത്തിയിട്ട് പുറത്തേക്ക് തിരിച്ചു വന്നാൽ അത് നജസ് തന്നെ. അപ്പോ ഇങ്ങൊരു വിശദീകരണം. ഇതിപ്പോ ആമാശയത്തിലെത്തിയിട്ട് പുറത്തു വന്നാൽ പകർച്ച ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഒക്കെ നജസാണെന്ന് പറഞ്ഞല്ലോ. അമ്മറാജിഉ, എന്നാൽ മടങ്ങി വരുന്ന വസ്തു, അത് ഭക്ഷണമോ വെള്ളമോ എന്തോ ആട്ടെ, എപ്പോ മടങ്ങി വന്നു? ഖബലൽ വസൂലി ഇലൈഹ, ഈ മൈദത്ത് എന്ന് പറയുന്ന ആമാശയത്തിലേക്ക് എത്തുന്നതിന്റെ മുമ്പ് തിരിച്ചു വന്ന വസ്തു. യഖീനൻ, എത്തിയിട്ടില്ലെന്ന് ഉറപ്പ്, ആമാശയത്തിലേക്ക് എത്തിയിട്ടില്ല എന്ന് ഉറപ്പുണ്ട്, അങ്ങനെ പുറത്തെത്തിച്ചു. ഉദാഹരണം, നമ്മൾ എന്തോ ഭക്ഷണം കഴിക്കുക, തൊണ്ടേക്കാട് എത്തിയപ്പോഴേക്ക് കീപ്പോട്ട് ഇറങ്ങിയേ വരുന്നുള്ളൂ, അപ്പോക്ക് കാണാൻ നമ്മൾ ചുമ വന്നു, അതല്ലെങ്കിൽ ഈ തേക്കൽ വന്നു, അങ്ങനെ പുറത്തേക്കോട് വന്നു. ഇപ്പൊ ഉറപ്പാണ് ഇവിടെ എത്തിയിട്ടില്ല എന്ന്, ആമാശയത്തിൽ എത്തിയിട്ടില്ല, അതിന് മുമ്പ് പുറത്തു വന്നതാണ്. ഔ ഇഹ്തിമാലൻ, ഈ ഉറപ്പൊന്നുമില്ല, കുറച്ചാണ് ഇറങ്ങിയിട്ടുള്ളൂ, ആമാശയത്തിൽ എത്താതിരിക്കാൻ സാധ്യതയാണ് കാണുന്നത്, എത്താനും സാധ്യതയുണ്ട്. ഇങ്ങനെ എത്തിയോ എത്തിയില്ലേ എന്നുള്ള സാധ്യത മാത്രമേ ഉള്ളൂ എങ്കിലും ഫലായക്കു നജസൻ, അങ്ങനെയുള്ള വസ്തു നജസാകൂല എന്നുള്ള ഓക്കെ. എന്നാൽ വലാ മുതനജ്ജിസൻ, അല്ലോ, ആമാശയത്തിലെത്തുന്നതിന് മുമ്പ് യഥാർത്ഥത്തിൽ ഹൽക്കിൽ നിന്നിട്ട് കീപ്പോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും മുതനജ്ജിസ് പോലും ആവില്ല. കാരണം എന്താ? അത് ബാത്തിനാണ്. ബാത്തിനിൽ നജാസത്ത് കൊണ്ട് ഹുക്കുമില്ല. നജാസത്ത് ഉള്ള മുസ്തഖറാവുന്ന നജസ് ഉറച്ചു നിൽക്കുന്ന സ്ഥലത്ത് എത്തിയതിനു ശേഷം തിരിച്ചു വന്നെങ്കിലേ നജസാവുക അല്ലെങ്കിൽ മുത്തനജസാവുക എന്ന ഹുക്കുമ വരുന്നുള്ളൂ. അപ്പൊ തൊണ്ടേന്ന് കീപ്പോട്ട് ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ പോലും ആമാശയത്തിലെത്തുന്നതിന് മുമ്പ് പുറത്തേക്ക് ഛർദിച്ചു പോന്നാൽ അത് നജസല്ലെന്ന് മാത്രമല്ല മുത്തനജസ് പോലും ആവില്ല എന്നതാണ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മുഅ്തമദാക്കിയ വജ്ഹ്. അതാ നമ്മൾ വത്ത് കൊടുക്കാൻ ഉപയോഗിക്കുന്ന മുഅ്തമദ്. എന്നാൽ ഇമാം റംലി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളൊക്കെ പറയുന്നത് തൊണ്ട ഹാന്റെ മഖ്റജാവുന്ന തൊണ്ടയുടെ മധ്യത്തിൽ നിന്ന് കീപ്പോട്ടിറങ്ങിയാൽ ബാത്തിന് ഉള്ളു എന്ന് പറയുന്ന ഹുക്കുമ വരും. അങ്ങനെയുള്ളടത്ത് എത്തിയ ശേഷം പുറത്തു വന്നാൽ നജസ്സെന്ന് വിധിയില്ലെങ്കിൽ പോലും മുത്തനജിസാകും. കാരണം ആ ഭാഗം നജസ് ഉള്ളതാ, അവിടെ എത്തിക്കഴിഞ്ഞാൽ ഈ വസ്തു മുത്തനജിസാവും. അപ്പൊ അത് പുറത്തേക്ക് വന്നാൽ മുത്തനജിസാവൂന്ന്. പക്ഷെ നമ്മളിപ്പോ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളുടെ അഭിപ്രായത്തിലാണ് മുൻഗണന കൊടുത്തത്. അതുകൊണ്ടാണ് ഉത്തരവിൽമയിൽ എന്തു പറഞ്ഞത്?
മുത്തനജിസും ആവില്ല. എന്നാൽ ഖിലാഫല്ലിൽ ഖഫാലി, മഹാനായ ഇമാം ഖഫാർ റളിയല്ലാഹു തആല അൻഹു മഹാനവർകൾ പറഞ്ഞ ഖൗലിനെതിരാണിത്. എന്താ മൂപ്പര് പറയുന്നത്? ബിഅന്നമാ ഖറജ മിന തആമി ഖബ്ല ഉസൂലിൽ മൈദത്തി മുതനജ്ജിസുൻ. കണ്ടോ, ആമാശയത്തിലെത്തിയിട്ടില്ല, അതിന്റെ മുമ്പ് ഹൽക്ക് തൊണ്ടയിൽ നിന്നിട്ട് കീപ്പോട്ടിറങ്ങി ആമാശയത്തിൽ എത്തുന്നതിന് മുമ്പ് തിരിച്ചു വന്നാൽ അത് അതിന് നജസ് മനംമൂത്രം പോലെയുള്ള നജസ് അല്ലെങ്കിൽ പോലും സാധനം മുത്തനജ്ജിസാവും, അപ്പൊ കഴുകേണ്ടി വരും എന്നർത്ഥം. കേട്ടോ, ജറൽ ജമാലുർ റംലി ഫി നിഹായ അലാ അന്ന മാ ജാവസ മഖ്റജൽ ബാത്തിൻ വൽ ഹാഉൽ മുഹ്മല നജസുൻ വഇല്ലം യസിൽ ഇലൽ മഈദ. ഖിലാഫുള്ള മസലയാണ്. നമ്മളിപ്പോ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ പറഞ്ഞതനുസരിച്ച്, ഫത്വൽ മുഈനിൽ പറഞ്ഞതനുസരിച്ച് അമൽ ചെയ്താൽ മതി. അത് നജസല്ല, മുത്തനജ്ജിസുമല്ല എന്ന ഖൗല്. ഇനി അഫ്താ ശൈഖുനാ, ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ ഫത്വ ചെയ്തിരിക്കുന്നു. എന്താ ഫത്വ? അന്ന സ്വബിയ, ഒരു കുഞ്ഞ്, ഇത് ബുത്തുലിയ, ആ കുഞ്ഞിനെ ബിത്തിലായി ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിരന്തരം വിഷമപ്പെട്ടു, ബിതതാബുൽ ഖൈ, നിരന്തരം തുടർച്ചയായി ഛർദിക്കുകയാണ്. ചില കുട്ടികൾക്ക് ഉണ്ടാവും എന്ത് വയറ്റിക്ക് എന്നാലും ഒപ്പം ഛർദിക്കും. അങ്ങനെ നിരന്തരം തുടർച്ചയായി ഛർദിക്കുന്ന രോഗം കൊണ്ട് ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടി, ആ കുട്ടിയുടെ വിഷയത്തിൽ ഛർദി നജസുമാണ്. കുട്ടി ഛർദിച്ചാലും നജസ് തന്നെ. കുട്ടി ഇപ്പൊ പുറത്തൊന്നും കഴിക്കുന്നില്ല, ഉമ്മാന്റെ മുലപ്പാലല്ലേ കഴിക്കുന്നുള്ളൂ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. മുലപ്പാൽ ആമാശയത്തിലെത്തിക്കഴിഞ്ഞാൽ എന്ന് നജസായി, ആ നജസാണ് ഛർദിയായിട്ട് പുറത്തു വരുന്നത്. അപ്പൊ കുഞ്ഞിന്റെ വായി നജസാവും. അപ്പൊ ഈ കുഞ്ഞിന് മുല കൊടുക്കുമ്പോ ഉമ്മയുടെ അമ്മിഞ്ഞ കൊടുക്കുന്ന സമയത്ത് ഉമ്മയുടെ സ്ഥലം നജസാവും. ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നമുണ്ട്. അപ്പൊ അവിടെ ശൈഖുനാന്റെ ഫത്വ എന്താണ്? ഉൽഫിയ, വിടുതി ചെയ്യപ്പെടുന്നതാണ്. അൻസദി ഉമ്മിഹി, ഉമ്മയുടെ മുലയെപ്പറ്റി, അദ്ദാഖിലി ഫീ ഫീഹി, കുഞ്ഞിന്റെ വായി പ്രവേശിക്കുന്ന ഭാഗം എന്ന് പറഞ്ഞാൽ കുഞ്ഞിനെ മുല കൊടുക്കാൻ പോകുമ്പോൾ ഛർദിച്ച കുഞ്ഞല്ലേ, വായിൽ നജസുണ്ടാവുമല്ലോ എന്ന് വെച്ച് കുഞ്ഞിന്റെ വായി കഴുകി വൃത്തിയാക്കാൻ പോകേണ്ടതില്ല. അതുപോലെ തന്നെ എന്നാ പിന്നെ കുഞ്ഞ് മുല കുടിച്ചു കഴിഞ്ഞതിന് ശേഷം ഉമ്മ മുല കഴുകേണ്ടിയും ആവശ്യമില്ല, അത് അഫൂ ചെയ്യപ്പെടും എന്ന് ബഹുമാനപ്പെട്ട ശൈഖുനാ ഇബ്നു ഹജർ അൽ ഹൈതമി തങ്ങൾ ഫത്വ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ലാൻ മുഖബ്ബിരിഹി, കുഞ്ഞിന്റെ വായിൽ ഒരാള് മുത്തം കൊടുത്തു, അവിടെ നനവുണ്ടെങ്കിൽ നജസാവും. കാരണം കുഞ്ഞിന്റെ വായിൽ നജസാണല്ലോ. മുല കൊടുക്കുക എന്ന് പറയുന്നത് കുട്ടിയുടെ ജീവിതത്തിൽ അനിവാര്യമായതും, അതോടുകൂടി എപ്പോഴും ഉമ്മ മുല കഴുകിക്കൊണ്ട് കിടക്കുക എന്ന് പറയുന്നത് പ്രയാസമുള്ളത് കൊണ്ട് അഫു വന്നതാണ്. ഉമ്മ വെക്കുന്നത് വായിലല്ലാതെ ഉമ്മ വെച്ചൂടെ? അപ്പൊ അങ്ങനെ വെച്ചാൽ അത് നജസാവൂന്ന്. ഔമാസിഹി, അല്ലെങ്കിൽ തൊടുന്ന സ്ഥലം, ഈ കുട്ടി മറ്റെവിടെയെങ്കിലും സ്പർശിച്ചാൽ ആ സ്ഥലത്തായിട്ടുണ്ടെങ്കിൽ നനവായിട്ടുണ്ടെങ്കിൽ നജസാവും. എന്നാൽ ഉമ്മയുടെ മുലപ്പാൽ കുടിക്കുന്ന സമയത്ത് മുല വായിൽ വരുന്ന സ്ഥലം അത് കൂടാതെ കഴിയാത്ത സാഹചര്യമായതുകൊണ്ട് അഫു ഉണ്ട് എന്ന് ഇബ്നു ഹജർ ഹൈതമി റഹ്മത്തുള്ളാഹി ഫത്വ കൊടുത്തിട്ടുണ്ട്. ഇനി വകമിറത്തിൻ, പിന്നെ നജസ് ഏതുപോലെ? മിറത്ത് എന്ന് പറഞ്ഞ കയ്പ് എന്നാ പറയാം. കയ്പ് അതും നജസ് തന്നെ. കയ്പ് എന്ന് പറഞ്ഞാല് സാധാരണ മനുഷ്യന്റെ ഇപ്പം കാണാൻ കഴിയില്ല. എന്നാല് മറ്റ് നമ്മൾ ആടിനെ കോഴിയൊക്കെ അറുത്താൽ അതിന്റെ ആമാശയത്തിനോട് ചേർന്നുകൊണ്ട് ഒരു ചെറിയ സഞ്ചിയിൽ കറുത്ത ഒരു ദ്രാവകം കാണാം, അല്ലെങ്കിൽ കടും പച്ച കളറിലുള്ള അല്ലെങ്കിൽ കൊടും നീല കളറിലുള്ള ഒരു ദ്രാവകം കാണാം. അതിനാണ് ഈ മിറത്ത് എന്ന് പറയുന്നത്. അതിന് കയ്പ് എന്നാണ് പറയാ. കേട്ടോ, വക്കമിറത്ത് എന്ന് പറഞ്ഞ കാഫ് അവിടെ സാധാരണ ഇല്ലാത്തൊരു കാഫാണ്. അതെന്തോ ആവശ്യം ഉണ്ടാവും. ഏതായാലും ആശയക്കാരൊക്കെ പറയുന്ന ആ കാഫ് ഇല്ലാതെ പറഞ്ഞാൽ മറ്റോടത്ത് അത്ഫ് ചെയ്യാൻ എളുപ്പമാണ്. ആട്ടെ, അതും നജസ് തന്നെ.
വലബനി ഗൈരി മൗകൂലിൻ, മാംസം ഭക്ഷിക്കാൻ പറ്റാത്ത ജീവികളുടെ പാല് അതും തന്നെ എന്താണ്? നജസാണ്. ഉദാഹരണം, പൂച്ചന്റെ പാല് നജസാണ്. പൂച്ചന്റെ പാല് നജസായിനിപ്പോ ഇനിയിപ്പോ അതാരാ കറന്നെടുക്കാൻ പോണെന്ന് ചോദിക്കണ്ട. അതുമായി പഠിച്ച വിദഗ്ധനായ ഒരു ഹോമിയോ ഡോക്ടർ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. ഹോമിയോ മരുന്നിന്റെ നല്ലൊരു ഭാഗം ചേരുവ ആ കൂട്ടത്തിൽ ഏത് വരുന്നുണ്ട് എന്ന്? പൂച്ചപ്പാല്. പൂച്ചപ്പാല് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പല മരുന്നുകളും ഹോമിയോ വിഭാഗത്തിൽ നിർമ്മിക്കപ്പെടുന്നുണ്ട്. അപ്പൊ പൂച്ചപ്പാല് ഉപയോഗിക്കുന്നുണ്ട് എന്നല്ലോ. അപ്പൊ ഈ പൂച്ചപ്പാല് ഉൾപ്പെടെ മാംസം ഭക്ഷിക്കപ്പെടാൻ പറ്റാത്ത ജീവികളുടെ പാലുകൾ നജസാണ്. ചില മരുന്നിന്റെ ആവശ്യത്തിന് അത് ഉപയോഗിക്കാൻ നജസുകൊണ്ട് ചികിത്സിക്കാമല്ലോ, കള്ളല്ലാത്ത. അതേപ്പെട്ട ഇപ്പൊ കഴുതയുടെ പാല്, പൂച്ചയുടെ പാല്, ഇങ്ങനെ മാംസം ഭക്ഷിക്കാൻ പറ്റാത്ത ജീവികളുടെ പാല് അവയുടെ മനിയ് ത്വാഹിറാണ്. അത് കാരണം ഒരു ജീവിയുടെ അസലാണെന്നുള്ള എനിക്കാണ്. എന്നാൽ പാല് ത്വാഹിറാന്ന് പറയേണ്ടതില്ല. കാരണം അത് ഒരു രക്തത്തിന്റെ രൂപഭേദമാണ്. മാംസം ഭക്ഷിക്കാൻ പറ്റാത്ത ജീവിയുടെ ശരീരത്തിന്റെ ഭാഗമായി മാറിയ വസ്തു എന്ന നിലക്ക് അതിന് നജസിന്റെ ഹുക്മ് തന്നെയാണ് എന്നാണ് മുഅ്തമദ്. എന്നാൽ മാംസം ഭക്ഷിക്കാൻ പറ്റാത്ത എല്ലാ ജീവിയുടെയും പാല് നജസാണെന്ന് വന്നാൽ മനുഷ്യന്മാരെ ആരും അറുത്ത് തിന്നലില്ലല്ലോ. അങ്ങനെ വരുമ്പം ഉമ്മാന്റെ പാല് നജസാണെന്ന് പറയേണ്ടി വരൂലേ? അതിന് പറയണ ഇല്ലല്ലാദമിയ, മനുഷ്യൻ ഒഴികെ ഭക്ഷ്യയോഗ്യമല്ലാത്ത ജീവികളുടെ പാല് നജസാണ്. മനുഷ്യൻ ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും മനുഷ്യന്റെ പാൽ നജസല്ല. കാരണം എന്താ? മലക്കത്ത് കറന്നാ ബനി ആദം എന്ന ആയത്ത മനുഷ്യവർഗത്തിന് ഞാൻ ആദരിച്ചിരിക്കുന്നു. അള്ളാഹു ആദരിച്ച ഒരു ജീവിയുടെ കുഞ്ഞിന്റെ വളർച്ചയ്ക്ക് നിദാനമാവുന്ന പാല് നജസാണെന്ന് വന്നാൽ ആ ആദരവിന് യോജിക്കുന്നില്ല. അതുകൊണ്ട് മാംസം ഭക്ഷ്യയോഗ്യമല്ലെങ്കിലും മനുഷ്യന്റെ കുഞ്ഞ് വളരാൻ അനിവാര്യമായ ഭക്ഷ്യവസ്തുവായി ഉപയോഗിക്കപ്പെടുന്ന പാല് നജസല്ല. അള്ളാഹ് അതിങ്ങനെ ഒരു പാടുണ്ട് ആട്ടെ. ഒട്ടകം പോലെയുള്ള മൃഗങ്ങളുടെ തികട്ടി അരക്കുന്നത് അതും തന്നെ നജസാണ്. എന്ന് പറഞ്ഞാല് നമ്മളെ നാട്ടിലുള്ള കാളയും പോത്തും അതുപോലെ തന്നെ ആടും പശുവും ഒക്കെ തികട്ടി അരക്കും. എന്നല്ല തിന്നാൻ വിട്ടാൽ ഇവ അങ്ങോട്ട് ഒരു തരത്തിൽ കടിച്ചിട്ട് അങ്ങോട്ട് വിടല. അങ്ങനെ വയറ് നിറഞ്ഞതിന് ശേഷം സ്വസ്ഥമായി ഒരു സ്ഥലത്ത് ഇങ്ങനെ കിടന്നിട്ട് രണ്ടാമത് അതിങ്ങനെ പുറത്ത് തേട്ടിയെടുക്കും. എന്നിട്ട് ഇങ്ങനെ ചവച്ചുകൊണ്ടിരിക്കും. അത് ഏറ്റവും ഒരു നേരം പോക്കാണെന്ന് തോന്നുന്നു നമുക്ക്. അതല്ല, അവയുടെ ജൈവ പ്രക്രിയകളിൽപ്പെട്ട പ്രധാനപ്പെട്ട ഒരു പ്രക്രിയയാണ്. നേരത്തെ പകുതി ചവച്ച് കീപ്പോട്ട് വിട്ട വസ്തുക്കൾ അവയുടെ ആമാശയത്തിലെത്തി അത് ചൂടാക്കി പാകപ്പെടുത്തിയതിനു ശേഷം രണ്ടാമത് വായിലേക്ക് തന്നെ തികട്ടിയെടുത്ത് ചവച്ചരച്ച് വീണ്ടും വിടുക. അപ്പം ഈ സാധനം ആമാശയത്തിൽ എത്തിയതിനു ശേഷം വായിലേക്ക് തിരിച്ചു വന്നതാണ്. അപ്പൊ അത് നജസാണല്ലോ ആണ്. എന്നാൽ അമ്മൽ മനിയു, ഇതൊക്കെ നജസാണെങ്കിൽ മനിയോ, മനിയ രക്തത്തിന്റെ രൂപഭേദം തന്നെയല്ലേ? ആണ്. പക്ഷേ അത് സ്വലാഹിലേക്കുള്ള രൂപഭേദമാണ്, ഫസാദിലേക്കല്ല. അതുകൊണ്ട് ഫതാഹിറുൻ, അത് ത്വാഹിറാണ് എന്ന് പറഞ്ഞാൽ മനുഷ്യൻ ഉൾപ്പെടെ നായയും പന്നിയുമല്ലാത്ത എല്ലാ ജീവജാലങ്ങളുടെയും മനിയ് ത്വാഹിറാണ്. കാരണം ത്വാഹിറായ ജീവിയുടെ അസ്ല് എന്ന നിലക്കാണത്. നായയും പന്നിയും അവയുടെ സങ്കര ഇനവും മാത്രമേ എന്തുള്ളൂ, ജീവികളിൽ നജസായതുള്ളൂ. അതുകൊണ്ട് അങ്ങനെയുള്ള 3 വസ്തു, 1 നായ, 2 പന്നി, 3 നായയുടെയോ പന്നിയുടെയോ സങ്കര ഇനം. സങ്കര ഇനം എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? ഈശീരിയെ ഒക്കെ മനസ്സിലായിട്ടുണ്ടാവും. അതായത് ഒരു നായ ഒരു ആടുമായിട്ട് ഇണചേർന്നു, അതിൽ ഒരു കുഞ്ഞ് ജനിച്ചു എന്ന് കൂട്ടിക്കോ.
എന്നാൽ ആ കുട്ടി ആടിന്റെ രൂപത്തിലായാലും വേണ്ടില്ല, നായന്റെ രൂപത്തിലായാലും വേണ്ടില്ല, അത് നജസ്സ. കാരണം എന്താ, അതിന് നജസ്സായ നായയും ത്വാഹിറായ ഈ ആടും കൂടി ഇണ ചേർന്നിട്ടുണ്ടായ സങ്കര ഇനമാണത്. അതല്ലെങ്കിൽ ഒരു 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 കഴുത, ആ കഴുതയും ഒരു പന്നിയും തമ്മിൽ ഇണ ചേർന്നു, അങ്ങനെ ജനിച്ച ഒരു കുട്ടി, അത് പന്നിന്റെ കോലത്തിലായാലും വേണ്ടില്ല, കഴുതന്റെ കോലത്തിലായാലും വേണ്ടില്ല, അത് അതിന് നജസ്. കാരണം എന്താ, അത് പന്നിയുടെ സങ്കര ഇനമാണ്. അങ്ങനെ നായയുടെയോ പന്നിയുടെയോ, നായയും പന്നിയും തമ്മിലോ അല്ലെങ്കിൽ മറ്റു ജീവികളുമായോ ഇണ ചേർന്നുകൊണ്ടുണ്ടാകുന്ന സങ്കര ഇനമോ ആണെങ്കിൽ ഈ വസ്തു മാത്രമാണ് ജീവനുള്ള വസ്തുക്കൾ നജസ്. ബാക്കി എല്ലാ സാധനവും, നമ്മളെ കുറുക്കൻ ഉൾപ്പെടെ എല്ലാ ജീവികളും ജീവൻ ഉണ്ടാവുമ്പോ ത്വാഹിറ, അവയുടെ അസലായ മനിയും ത്വാഹിറ. അപ്പൊ ഈ നായ പന്നിയുടെ നജസായതുപോലെ അവയുടെ മനിയും നജസാണ്. എന്നാൽ ഖിലാഫൻ ലിമാലിക്കിൻ, ഇമാം മാലിക് റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങൾ മാത്രമല്ല, ഇമാം അബൂ ഹനീഫ തങ്ങളുമായ അഭിപ്രായം തന്നെയാണ്. ഖാലൽ ഇമാം അബൂ ഹനീഫ വ മാലികുൻ ബിനജാസത്തിൽ മനിയ്യി മിനൽ ആദമി. വകദാ മനിയ്യു കുല്ലി ഹവാനിൻ. അങ്ങനെ മാലിക്കി മദ്ഹബിലും ഹനഫി മദ്ഹബിലും മനുഷ്യന്റേതുൾപ്പെടെ മനിയ്യ് നജസ. മനുഷ്യന്റെ നജസാറിന്റെ ബാക്കിയുള്ള എല്ലാ നജസാന്നെ ഉറപ്പ്. മനുഷ്യന്റെ തന്നെ നജസാണെന്ന് പറയുമ്പോൾ ബാക്കിയുള്ള എന്തായാലും നജസാണ്, മനിയ്യ് നജസാണെന്നാണ് ഹനഫി മദ്ഹബും അതുപോലെ തന്നെ മാലിക്കി മദ്ഹബും. ആട്ടെ, വക്കറ അതുപോലെ തന്നെ നജസാണ് ബൽഗമു ഗൈരി മഅദത്തിൻ. നജസല്ലാന്നേ. കഥ എങ്ങനെയെന്ന് വെച്ചാല്, എവിടേക്ക് അമ്മൽ മനിയോ ത്വാഹിറു എന്ന് പറഞ്ഞല്ലോ, അവിടേക്ക് അമ്മൽ മനിയു മനിയ് ത്വാഹിറാണ്, വക്കഥ എന്നതുപോലെ ത്വാഹിറാണ് ബൽഗമു ഗൈരി മഅദത്തിൻ. ഈ ആമാശയത്തിൽ നിന്ന് വരുന്ന കഫമല്ലാത്ത കഫങ്ങളൊക്കെ താഹിറാണ്. ആമാശയത്തിൽ നിന്ന് വരുന്ന കഫം എന്ന് പറഞ്ഞാൽ സാധാരണ എങ്ങോട്ട് വരല് കുറവാ. സാധാരണ മലത്തിന്റെ കൂടെ കഫം പറഞ്ഞ് ചിലപ്പോ കടുക്കൊക്കെ കൂട്ടിയിട്ട് ചുന്നാമക്കിയോണ്ട് വയറിളക്കിയാല് മലം പോകുന്നതിനേക്കാൾ കൂടുതൽ കഫാണ് പോവുക. അത് ആമാശയത്തിലെ കഫ. അത് നജസാന്ന് പറയേണ്ട ആവശ്യമില്ല, അതെന്തായാലും നജസ്. അല്ലാത്ത നജസ്, അതായത് മൂർത്താവിൽ നിന്നിട്ട് കീപ്പോട്ട് ഇറങ്ങി വരുന്നത്, തൊണ്ടയിൽ നിന്നിട്ട് വയപ്പോട്ട് കയറി വരുന്നത്, ഇങ്ങനെ തൊണ്ടയിലോ മൂർത്താവിലോ ഒക്കെ ഉള്ള ഇത്, അത് താഹിറ. അതിന് ഛർദിയുടെ ഹുക്മ് വരുന്നില്ല. ഔസദിൻ, തലയിൽ നെയ്പെട്ടിറങ്ങിയാലും വേണ്ടില്ല, നെഞ്ഞിന്ന് വേപ്പെട്ട് കയറിയാലും വേണ്ടില്ല, അത് നജസല്ല, അത് ഛർദിയുടെ ഹുക്മ് അതിന് വരുന്നില്ല, താഹിറാണ്. അതുപോലെ തന്നെ അമ്മൽ മനിയ താഹിറുൻ എന്ന് പറഞ്ഞോടത്തേക്ക് സായിലുൻ, ഒലിച്ചു വരുന്നതായ ഒരു നീര്, ആ നീരും ത്വാഹിറാണ്. എവിടുന്ന് ഒളിച്ചിരുന്നേ? മിൻ ഫമിനായിമിൻ, ഉറങ്ങുന്നവന്റെ വായിൽ നിന്നും ഒലിക്കുന്ന ഒരു നീരുണ്ടല്ലോ, ഒരു ദ്രാവകം, കേലാന്നോ കേത്താലാന്നൊക്കെ പറയുവിന്. ഉറക്കത്തിൽ ഉണർച്ചിലുള്ള ഏതായാലും അങ്ങനെ ചില കുഞ്ഞു മക്കൾക്കൊക്കെ എപ്പോഴും ഇങ്ങനെ വായിന്ന് കേലൊലിച്ചുകൊണ്ടിരിക്കും. അതുപോലെ തന്നെ ചില മന്ദബുദ്ധികളായ ആളുകൾ മുതിർന്നാലും അവരെ വായിൽ നിന്നിട്ട് ഇങ്ങനെ കേലൊലിച്ചുകൊണ്ടിരിക്കും. ഉറക്കത്തിലല്ല, ഉണർച്ചയിൽ തന്നെ. സാധാരണ ആളുകൾക്ക് ഉറക്കത്തിലാണ് അതുണ്ടാകുക. അങ്ങനെ ഉറക്കത്തിൽ ആവട്ടെ, ആ ഒലിച്ചു വരുന്ന കേല അല്ലെങ്കിൽ കേത്താല എന്ന് പറയുന്ന ആ ദ്രാവകം ത്വാഹിറാണ്, നജസല്ല. വരൂ നെത്തിനൻ, ആ ദുർഗന്ധമുള്ളതാണെങ്കിലും ശരി. എന്ന് പറഞ്ഞാൽ ഈ വായിൽ നിന്ന് ഒലിക്കുന്ന കേലെ വല്ലാതെ സുഗന്ധം ഉണ്ടാവും, കിച്ചിരിയ. ആ വാസന അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും സാധനം നജസല്ലാന്ന്. അതന്നെ നല്ല എത്ര വാസന ഉണ്ടാവുന്ന കിശിരി പറയുന്നത്. അങ്ങനെ എത്ര വാസിച്ചാലും വേണ്ടിയില്ല, അത് നജസല്ല. മനസ്സിലായില്ലേ? ഔ അസ്ഫറ, മാത്രല്ല അല്പം മഞ്ഞ കലർന്നതാണെങ്കിൽ പോലും നജസല്ല. പക്ഷെ അവിടെ ഒരു ഷർത്തുണ്ട്. മഞ്ഞ നിറം കലർന്നതാണെങ്കിലും നജസല്ല എന്ന് പറഞ്ഞാൽ എപ്പം മാലമ്യത്തഹക്ക് ഉറപ്പാകാത്തോടത്തോളം അന്നഹു, ഈ വന്ന കേല
മിമ്മൈദത്തിൻ ആമാശയത്തിൽ നിന്നാണ് എന്ന് ഉറപ്പില്ലാത്തയിടത്തോളം അത് നജസല്ല എന്ന് പറഞ്ഞാൽ, സാധാരണഗതിയിൽ ദീർഘമായി ഉറങ്ങിയാലും മുറിയാതിരിക്കുക, മഞ്ഞ കലർപ്പോടുകൂടി കേല വരിക എന്നിവ ആമാശയത്തിൽ നിന്ന് പുറപ്പെടുന്നതിന്റെ ലക്ഷണമാണ് എന്ന് ചില ഇമാമിയങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ആമാശയത്തിൽ നിന്നുള്ളതാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ നജസാണ്. എന്നാൽ പോലും ഇല്ലാമിമ്പനുബുത്തുരിയബിഹി, നിരന്തരം ഈ കേല ഒരിക്കൽ ഒരു നിത്യപ്രക്രിയയായി മാറിയ ആൾക്കൊഴിച്ച് എന്ന് പറഞ്ഞാൽ ഇയാൾ കടന്ന് ഉറങ്ങിയാ വരാൻ തുടങ്ങും. ഉണരുന്നത് വരെ യാതൊരു മാറ്റമില്ല, അത് എന്തായാലും മാറുന്നില്ല. എന്നാ പിന്നെ ഓൻ അതും എഫാണ്. ഏത് ആമാശയത്തിൽ നിന്നാണെങ്കിൽ പോലും എഫാണ്. അപ്പൊ നെജസായിരിക്കും. അയാളെ സംബന്ധിച്ചത് എഫ് ഉണ്ട് എന്ന് വരും. ഫാനു കണ്ടോ, ഇൻകസറ കൂടുതലുണ്ടെങ്കിലും എഫ് ചെയ്യപ്പെടും. ആദ്യം പറഞ്ഞത് ഉറപ്പില്ലാത്തോർത്ത, ആമാശയത്തിൽ നിന്നാണെന്ന് ഉറപ്പില്ലാത്തയിടത്തോളം ഈ കേല വാസന ഉണ്ടെങ്കിലും മഞ്ഞ നിറം കലർന്നതാണെങ്കിൽ ഒക്കെ നജസല്ല, താഹിറാണ്. ഇനി ആമാശയത്തിൽ നിന്നാണെന്ന് ഉറപ്പുണ്ട്, എന്നാൽ അത് നജസും ആണ്. പക്ഷേ ഒരാള് സ്ഥിരമായി ഈ ഒരു രോഗമുണ്ട്, അയാൾ കണ്ണടച്ചാൽ ഒലിക്കാൻ തുടങ്ങും, എത്ര നേരം ഉറങ്ങിയാലൊന്നും നിൽക്കൂല. ഇതൊരു വല്ലാത്ത രോഗമായി മാറിയതായതുകൊണ്ട് അയാളെ സംബന്ധിച്ച് ആമാശയത്തിൽ നിന്നാണെങ്കിലും അഫ്വാണ്, നജസാണ്. അല്ല, ഉറപ്പില്ലാത്തടത്തോളം നജസല്ല തന്നെ. ഇനി ഇതൊക്കെ ഇങ്ങനെ പറഞ്ഞു പോകേണ്ടത് ഒരുപാട് ഉണ്ടാണെങ്കിൽ ശരിയ, അടുത്തൊന്നും മത്തിനില്ല. ഇങ്ങനെ കുറച്ചുകൂടി പോയി നോക്കല്ലേ. നമ്മളെ സാധാരണ പോലെ ആളുകൾക്ക് മടുപ്പ് വരുന്നുണ്ടോന്ന് എനിക്ക് അറിഞ്ഞൂടാ. റുതൂബത്തി ഫർജിൻ, യോനിയിൽ നിന്നും വരുന്ന റുതൂബ, അതും ത്വാഹിറാണ്. മനസ്സിലായില്ലേ? അതും ത്വാഹിറാണ്, നജസല്ല. ഫർജ് എന്ന് പറയുന്നത് മുൻദ്വാരത്തിനും പറയും, പിൻദ്വാരത്തിനും പറയും, പുരുഷന്റെയും പറയും, സ്ത്രീയുടെയും പറയും. ഇത് അങ്ങനെയല്ല. ഐ കുബുലിൻ, മുൻദ്വാരത്തിൽ നിന്ന് പുറപ്പെടുക. അത് തന്നെ സ്ത്രീകൾക്കാണ് ഈ റുതൂബത്ത് ഫർജി എന്ന് പറയുന്ന സാധനം ഉണ്ടാവുന്നത്. അത് ത്വാഹിറാണ് എന്നാണ് അലൽ അസഹി, ഷാഫി മദ്ഹബിൽ പ്രബലമായ അഭിപ്രായം. അത് ത്വാഹിറാണെന്ന. ഇനി അത് ത്വാഹിർ അല്ല എന്ന് പറഞ്ഞൊരു രണ്ടാമത്തെ അഭിപ്രായം ഉണ്ട്. ആ അഭിപ്രായം എടുത്താലോ അഫു ചെയ്യപ്പെടുന്നതാണെന്ന് വരും. ആണ്ടോ, അഫു ചെയ്യപ്പെടുന്നതാണെന്ന് വരും. സാധാരണ നജസ് തന്നെയാണ് എന്ന് പറയുന്ന രണ്ടാം കൗലെടുത്താലും അഫു ചെയ്യപ്പെടും. അതേസമയത്ത് അസഹ് മുഅ്തമദനുസരിച്ച് അത് ത്വാഹിറാണ്. അപ്പൊ വിയർപ്പിന്റെ വിധിയാണ്. വിയർപ്പ് ഇപ്പൊ ശരീരത്തിലായപ്പോ എന്താ ഉള്ളൂ? അല്ലെങ്കിൽ ചീരാപ്പായി, അല്ലെങ്കിൽ തുപ്പലായി, അതിനൊക്കെ എന്താണുള്ള കേട്? നജസാവും ആവോ? ഇല്ലല്ലോ. തുപ്പലായ നജസാവില്ലല്ലോ, ചീരാപ്പായ നജസാവില്ലല്ലോ. പക്ഷെ എന്നാലും ഒരു മ്ലേച്ഛ വസ്തുവാണ്, കൈ കളയുന്നത് നല്ലതാണ് എന്നതുപോലെയാണ് റുതൂബത്തുൽ ഫർജ് എന്നത്. എന്താണ് മുതല്? അറിയണ്ടേ? വയ്യ, ഈ റുതൂബത്ത് എന്ന് പറയുന്നത് മാ ഉന്നബിയു, വെള്ള നിറത്തിലുള്ള ഒരു ദ്രാവകമാണ്. അല്പം കൊഴുപ്പുണ്ടാവും. മുത്തറദ്ദിദും ബൈനൽ മദീവൽ ഇറക്കി, ഇറക്കല്ലട്ട ഇറക്ക്, വിയർപ്പിന്റെയും മതിയിന്റെയും മധ്യേയുള്ള, എന്നാൽ ശുദ്ധ വിയർപ്പുമല്ല ശുദ്ധ മതിയും അല്ല, അങ്ങനെ മതിയിന്റെ സ്വഭാവമുള്ള കൊഴുപ്പുള്ള ഒരു തരം വിയർപ്പ്. അത് ലൈംഗികമായ വികാരം ശക്തിപ്പെടുമ്പോൾ ശരീരം ഉഷ്ണിക്കുകയും പ്രത്യേകിച്ച് ഗുഹ്യഭാഗത്ത് ശക്തമായ രക്തസഞ്ചാരം കാരണം ഉഷ്ണിക്കുന്ന സമയത്ത് പുറപ്പെടുന്ന ഒരു കൊഴുത്ത ദ്രാവകം ആവുന്നു. വിയർപ്പിന്റെ സ്ഥാനത്തിന് ശരീരം നല്ല ഉഷ്ണിച്ച കക്ഷത്തിലൊക്കെ നല്ലോണം വിയർപ്പുണ്ടാവുമല്ലോ, എന്നതുപോലെ ഈ ഭാഗത്തുണ്ടാവുന്ന വിയർപ്പാണ്. അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അല്പം വെളുത്തിട്ടും കൊഴുപ്പുള്ളതും ആയിരിക്കും. യഹ്റുജു, ഈ റുതൂബ പുറപ്പെടാർ മിൻ ബാത്തിനിൽ ഫർജി, ഗുഹ്യസ്ഥാനത്തിന്റെ അഥവാ സ്ത്രീയുടെ ഗുഹ്യഭാഗത്തിന്റെ അകത്ത് നിന്നാണത് പുറപ്പെടുന്നത്. ഏത് അകം നിറയതാ? അല്ലദീ ബോസ്രുഹു, മൂത്രമൊഴിച്ചാൽ മനേരിക്കൽ നിർബന്ധമില്ലാത്ത സ്ഥലത്ത്. അത് നമ്മൾ പണ്ട് പറഞ്ഞല്ലോ, ഇപ്പൊ കുറവ് എഴുതിയിട്ട് കാര്യമില്ലല്ലോ.
സാധാരണ കക്കൂസിൽ മൂത്രയിക്കാൻ വേണ്ടിയിട്ടോ കാഷ്ടിക്കാൻ വേണ്ടിയിട്ടോ കുത്തിയിരിക്കുന്ന സമയത്ത്, മറ്റേ ക്ലോസിറ്റിലല്ല കേട്ടോ, യൂറോപ്യൻ ക്ലോസിറ്റിലല്ല, സാധാ ക്ലോസിറ്റില് മൂത്രയിക്കാൻ വേണ്ടിയിട്ടോ കാഷ്ടിക്കാൻ വേണ്ടിയിട്ടോ ഇരിക്കുന്ന സമയത്ത് യോനിമുഖത്തിൽ നിന്നിട്ട് വെളിയിൽ കാണുന്ന ആ ഭാഗം കഴുകൽ വുജൂബാണ് മൂത്രയിക്കുമ്പോൾ. അവിടെ നിന്ന് പുറപ്പെടുന്ന ഋതുബയെ സംബന്ധിച്ച് ആർക്കും അഭിപ്രായ വ്യത്യാസമില്ല, അത് ത്വാഹിറാണ്. അതിന്റെ അപ്പുറത്തുള്ള സ്ഥലം, അഥവാ ഈ ഇരിക്കുമ്പോൾ പുറത്ത് കാണുന്നതിന്റെ അപ്പുറത്തുള്ളതിനാണ് ബാത്തിന് എന്ന് പറയുന്നത്. ആ ബാത്തിനിൽ നിന്നിട്ട് പുറപ്പെടുന്ന ഒരു ദ്രാവകമാണ് ഋതുബത്തുൽ ഫർജ്. അത് നജസല്ല. ബിഖിലാഫി മാ യഖ്റുജു മിമ്മാ യജിബു ഗസ്ലുഹു, ഇങ്ങനെ മൂത്രമൊഴിച്ചാൽ കഴുകൽ വുജൂബാവുന്ന ഇരിക്കുന്ന സമയത്ത് വെളിവാകുന്ന ആ ഭാഗത്ത് നിന്ന് പുറപ്പെടുന്നതാണെങ്കിലോ ഫൈനഹു ത്വാഹിറുൻ ഖത്അൻ, അവിടെ പിന്നെ അസഹ്യം മാറ്റമൊന്നുമില്ല, ഒറ്റ അഭിപ്രായം തന്നെ ഉള്ളൂ, ത്വാഹിറാണ്. കാരണം അത് പുറമാണ്, ശരീരത്തിന്റെ പുറംഭാഗമാണ്, പുറംഭാഗത്ത് നിന്നുണ്ടാണ് വിയർപ്പാണ്, അതിൽ തർക്കമില്ല. അതേ സമയത്ത് ഇത് പുറമല്ല, കാരണം ഈ കഴുകൽ നിർബന്ധമായ അതിന്റെ അപ്പുറത്തുള്ളതാണ്. എന്നാൽ ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് പുരുഷലിംഗം പ്രവേശിക്കുന്ന സ്ഥലം വരെ ഉള്ളതിനാണ് ബാത്തിന് എന്ന് ഇപ്പോൾ പറഞ്ഞത്. അവിടെ നിന്ന് പുറപ്പെടുന്നതിനെ പറ്റിയാണ് അസഹ് ത്വാഹിറാണെന്നും അസഹിന്റെ രണ്ടാം കൗല് നജസാണ് എന്നും പറഞ്ഞത്. എന്നാൽ വമാ യഖ്റുജു മിൻ വറാഇ ബാത്തിനിൽ ഫർജി, സ്ത്രീയുടെ യോനിയുടെ ബാത്തിൻ എന്ന് പറയുന്ന പുരുഷന്റെ ലൈംഗികാവയവം പ്രവേശിക്കുന്ന സ്ഥലത്തിന്റെയും അപ്പുറം, അതിന്റെ അപ്പുറത്തുനിന്ന് പുറപ്പെടുന്നതാണെങ്കിലോ വന്നഹു നജസും ഖത്അൻ, തർക്കം നജസ് തന്നെയാണ്. ഇതൊക്കെ എങ്ങനെ തിരിയാന്ന് എനിക്കറിയില്ല, അതൊക്കെ തിരിയുമ്പോലെ കുട്ടിക്കോളി. ഏതായാലും വേണമെങ്കിൽ കഴുകെങ്കിൽ സൂക്ഷ്മതായി. എന്നാൽ സാധാരണഗതിയിൽ പുരുഷലിംഗം പ്രവേശിക്കുന്ന സ്ഥലത്ത് നിന്നാണ് ഇത് പുറപ്പെടുക എന്നതാണ് അനുഭവം. അതുകൊണ്ട് ഈ അസഹനുസരിച്ച് നജസല്ല എന്ന് വെക്കാം. മനസ്സിലായില്ലേ? അപ്പൊ 3 ആയി. റുതൂബത്തുൽ ഫർജ് 3 ഹുക്മാണ്. ഒന്ന് വാഹിർ എന്ന് പറയുന്ന ഇരിക്കുമ്പോൾ വെളിവാകുന്ന സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നത്, അത് ത്വാഹിറാണ്, അഭിപ്രായ വ്യത്യാസമില്ലാതെ ഖത്അൻ ത്വാഹിറാണ്. മറ്റൊന്ന് ലൈംഗിക ബന്ധത്തിന്റെ സമയത്ത് പുരുഷലിംഗം പ്രവേശിക്കുന്ന പരിധിന്റെ അപ്പുറത്തുള്ള സ്ഥലത്ത് നിന്ന് പുറപ്പെടുന്നത് നജസാണ്, ഖത്അൻ. എന്നാൽ പ്രത്യക്ഷത്തിലുമല്ല പുരുഷലിംഗം പ്രവേശിക്കുന്ന സ്ഥലത്തിന്റെ പരിധിയിൽപ്പെട്ട ഉൾവശത്തിൽ നിന്ന് പുറപ്പെടുന്ന റുതൂബത്തുൽ ഫർജിനെ പറ്റി 2 അഭിപ്രായം. അസഹ് ത്വാഹിറാണെന്നും രണ്ടാം കൗല് നജസാണെന്നും, ഇങ്ങനെ 3 അഭിപ്രായമാണ് ഇപ്പൊ ഇതിനെപ്പറ്റി പറഞ്ഞത്. ഫൈക്കുൽ ഖാരിജ മിനൽ ബാത്തിനി, ഗുഹ്യഭാഗത്തിന്റെ ഉള്ളിൽ നിന്ന് എന്ത് പുറപ്പെട്ടാൽ നജസ് തന്നെയല്ലേ, മനിയല്ലാതെ എന്നതുപോലെ ഇതും നജസാണെന്ന് വരും, ഈ പരിധിന്റെ അപ്പുറത്തുനിന്ന് വരുമ്പോ എന്നർത്ഥം. ഇനി മറ്റൊരു ത്വാഹിറായതിന്റെ ഉദാഹരണമൊക്കൽ മാഇൽ ഖാരിജി മഅൽ വലദി ഔ ഖബ്ലഹു. മറ്റൊന്ന് വക്കൽ മായി, ഒരു ദ്രാവകം നജസായതുപോലെ. എങ്ങനത്തെ ദ്രാവകം? അൽ ഖാരിജി മഅൽ വലദി, കുട്ടി പുറപ്പെടുമ്പോൾ കുട്ടിന്റെ കൂട്ടത്തിൽ പുറപ്പെടുന്ന ഒരു ദ്രാവകം ഉണ്ടല്ലോ. അള്ളാന്റെ ഭൂമിയിൽ അള്ളാഹ് പടച്ച വസ്തുക്കളിൽ ഏറ്റവും കൂടുതൽ കൊഴുപ്പുള്ള വസ്തുവാണ് കുഞ്ഞ് പ്രസവിക്കപ്പെടുന്ന സമയത്ത് അതിന്റെ കൂടെ വരുന്ന ഈ വെള്ളം. അത് പ്രസവം എളുപ്പമാകാനും കുഞ്ഞിനും ഉമ്മക്കും ക്ഷതമേൽക്കാതിരിക്കാനും വേണ്ടി അള്ളാഹു സൃഷ്ടിക്കുന്നതാണ്. അത് അകത്ത് നിന്ന് പുറപ്പെടുന്ന ഒരു കടുകടുത്ത കൊഴുത്ത ഒരു ദ്രാവകമാണ്. അതാണ് മാൽവലദി ഔ ഖബ്ലഹു എന്ന് പറഞ്ഞ്. അത് പുറപ്പെടുക ചിലപ്പോൾ കുഞ്ഞിന്റെ കൂടെ ആയിരിക്കും, അത് പ്രസവം എളുപ്പമാവും. ഔ ഖബ്ലഹു എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കുഞ്ഞിന്റെ തൊട്ട് മുമ്പ് വരും. അങ്ങനെ വന്നാൽ പ്രസവം അല്പം പ്രയാസമാവും. കാരണം എന്താന്ന് വെച്ചാൽ ഈ ഗർഭാശയ ജലം എന്നാണ് അതിന് പറയാ. ആ കൊഴുപ്പ് നേരത്തെ ഒഴുകി പോന്നു കഴിഞ്ഞാൽ കുഞ്ഞിൻ പുറത്തിറങ്ങുന്ന സമയത്ത് ഇതിന്റെ സപ്പോർട്ട് കിട്ടാതെ വരും. അപ്പൊ പ്രസവം കുറച്ച് പ്രയാസമാവും. അതേ സമയത്ത് കുഞ്ഞ് പുറപ്പെടുന്ന കൂട്ടത്തിലാണ് ഈ ഗർഭാശയ ദ്രാവകം പുറത്തു വരുന്നത് എങ്കിൽ പ്രസവം വളരെ എളുപ്പമായി കിട്ടും. ഏതായാലും അത് നജസാണ്, കാരണം അത് അകത്തുനിന്ന് പുറപ്പെടുന്നതാണ്.
കക്കുലി ഖാരിജ മിനൽ ബാത്തിനി എന്ന് പറഞ്ഞില്ലേ, ഉള്ളിൽ നിന്ന് പുറപ്പെടുന്ന ആയിപ്പെട്ടതാണ് ഈ കുഞ്ഞിന്റെ കൂടെ അല്ലെങ്കിൽ കുഞ്ഞിന്റെ തൊട്ട് മുമ്പായിട്ട് പുറപ്പെടുന്ന ഗർഭാശയജലം. ഇനി ഇത് നജസാൻ എന്ന് പറയുന്നത് അത് പുറത്തേക്ക് ശരീരത്തിൽ നിന്ന് വേർപെട്ടു പോന്ന് അല്ലെങ്കിൽ വേർപ്പെടാതെ ശരീരത്തിൽ തന്നെ നിൽക്കുന്നു. ഇത് രണ്ടും നജസാൻ എന്ന് പറയുന്ന വിഷയത്തിൽ വ്യത്യാസമൊന്നുമില്ല. പുറത്തേക്ക് വേർപെട്ടു പോന്നാലും നജസ് തന്നെ, വേർപ്പെടാതെ ശരീരത്തിൽ പുരണ്ടു കിടന്നാലും നജസ് തന്നെയാണ്. ഇനി അപ്പൊ എടുക്ക അതോ അവിടെ നല്ലോ മനസ്സിലാക്കാഞ്ഞാലേ സാധാരണക്കാർക്ക് പ്രശ്നമില്ല. കിതാബൊന്നും വലിയക്ക് അവിടെ ബേജാറാവും. ഇപ്പൊ അവിടെ പറഞ്ഞെന്താ വലാഫർക്കാന്ന് പറഞ്ഞത് ഈ കുഞ്ഞിന്റെ കൂട്ടത്തിൽ പുറപ്പെടുന്ന ഗർഭാശയ ജലത്തെ പറ്റി അല്ല പറഞ്ഞത് കേട്ടാ. നേരത്തെ പറഞ്ഞു വന്ന റുതൂബത്തുൽ ഫർജിനെ സംബന്ധിച്ചാ പറയുന്നത്. റുതൂബത്തുൽ ഫർജ് 3 ഹുക്മ പറഞ്ഞു. വാഹിറിൽ നിന്നിട്ടുള്ളതാണെങ്കിൽ ത്വാഹിറാണെന്ന് ഉറപ്പ്, ബാത്തിനിൽ നിന്നിട്ടുള്ളതാണെങ്കിൽ ത്വാഹിറാണെന്നത് അസഹ് മുക്കാബില നജസാണെന്ന്, ബാത്തിനിന്റെ അപ്പുറത്തുനിന്ന് വരുന്നതാണെങ്കിൽ നജസാണെന്ന് ഉറപ്പ്. ഈ പറയുന്നത് വലാ ഫർഖ ബൈന ഇൻഫിസാലിഹ, ഈ റുതൂബത്ത് ശരീരത്തിൽ നിന്നിട്ട് പുറത്തേക്ക് പോരുക, വാദിമി പുറത്തേക്ക് പോരാതെ അതിൽ പുരണ്ട് കിടക്കുക, തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. നജസാണെന്ന് പറഞ്ഞ ബാത്തിന്റെ അപ്പുറത്തു നിന്നുള്ളത് പുരണ്ട് കിടക്കുകയാണെങ്കിലും പുറത്തു പോന്നാലും നജസ് തന്നെ. പ്രത്യക്ഷത്തിൽ നിന്നുള്ളത് ശരീരത്തിൽ പുരണ്ട് വെക്കുകയാണെങ്കിലും പുറത്തേക്ക് പോന്നിട്ടുണ്ടെങ്കിലും രണ്ടായാലും ത്വാഹിർ തന്നെ. മധ്യത്തിലുള്ളത് പുറത്തേക്ക് വേറിട്ട് പോരട്ടെ, അല്ലാതെ ശരീരത്തിൽ തന്നെ ഉണ്ടാവട്ടെ, രണ്ടായാലും അസഹ അനുസരിച്ച് ത്വാഹിറാണ്, അസഹിന്റെ മുക്കാബിൽ അനുസരിച്ച് നജസാണ്. അപ്പൊ ആ റുതൂബത്തുൽ ഫർജിന്റെ അവിടേക്കാണ് ഏതിന്റെ ബന്ധം? വലാ ഫർഖ ബൈന ഇൻഫിസാലിഹാ വഅദമിഹി എന്ന് പറഞ്ഞു അൽമത്തന്. അപ്പൊ ഈ റുതൂബ മുൻഫസിലായ ശരീരത്തിൽ പിരിയട്ടെ ഇല്ലാതിരിക്കട്ടെ, രണ്ടായാലും അസഹ അനുസരിച്ച് ത്വാഹിറാണ്. എന്നാ കാലഭാഗവും ചില ഇമാമിങ്ങൾ പറയുന്നു അൽ ഫർഖു ബൈന റുതൂബത്തി ത്വാഹിറത്തി വന്നജസത്തി, റുതൂബത്തുൽ ഫർജ് നജസ് എന്നും ത്വാഹിർ എന്നും വേർതിരിക്കുന്ന രണ്ടുണ്ടല്ലോ, അത് തമ്മിലുള്ള വ്യത്യാസം അൽ ഇത്തിസാലു ശരീരത്തിൽ ചേർന്ന് നിൽക്കുക, വൽ ഇൻഫിസാലു ശരീരത്തിൽ നിന്ന് വേർപിരിയുക എന്നതാണ്. അപ്പൊ ഏതാണ് ആ മുഅ്തമദിന്റെ മാറ്റം? വലാ ഫർഖ ബൈന ഇൻഫിസാലിഹി വഅദമിഹി എന്ന് പറഞ്ഞ മുഅ്തമദിന്റെ മാറ്റാണ് ഇനി പറയുന്നത്. ഖാലബാബുഹും അൽ ഫർഖു ബൈന റുതൂബത്തി ത്വാഹിറത്തി വന്നജസ് അൽ ഇത്തിസാലു വൽ ഇൻഫിസാലു എന്ന് പറഞ്ഞാൽ ഫലു ഇൻഫസലത്ത്, ആ റുതൂബത്ത് വേർപിരിഞ്ഞു പോന്നാൽ ഫിൽ കിഫായത്തി അൽ കിഫായ എന്ന് പറഞ്ഞ കിതാബിലുണ്ട്. അനിൽ ഇമാമി ഇമാമുൽ ഹറമൈൻ റഹ്മത്തുള്ളാഹി അലൈഹി തങ്ങളെ തൊട്ട് റിക്കായത്തായിട്ട് അന്നഹാ നജസത്തുൻ, ശരീരത്തിൽ നിന്ന് മുൻഫസിലായാൽ എന്തായാലും അത് നജസ് തന്നെ എന്ന്. മനസ്സിലായില്ലേ? ഇത്തിസാൽ ഇൻഫിസാൽ തമ്മിൽ അപ്പൊ മുത്തസിൽ ശരീരത്തിൽ ഉണ്ടാകും ത്വാഹിറാണ്, വേർപിരിഞ്ഞാൽ നജസാണ് എന്നാണ് മുഅ്തമദിന്റെ മാറ്റം. അതേസമയത്ത് മുഅ്തമദ് അനുസരിച്ച് ശരീരത്തിലുള്ളപ്പോഴും ശരീരത്തിൽ നിന്ന് പിരിഞ്ഞാലും ഒക്കെ ത്വാഹിർ തന്നെയാണ് മുഅ്തമദ് അനുസരിച്ച്. അപ്പൊ പിന്നെ ഇഷ്കാരം അങ്ങനെയാണെങ്കിൽ പിന്നെ എങ്ങനെയാണെങ്കിലും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് സുഖകരമായ ലൈംഗിക ബന്ധം നടക്കണമെങ്കിൽ റുതൂബത്ത് ഉണ്ടാവുമല്ലോ. ഈ റുതൂബത്ത് സ്പർശിക്കാതെ ലൈംഗിക പ്രവർത്തനം അസാധ്യമാവുമല്ലോ. അപ്പൊ പിന്നെ വലാജിബു ജൂബില്ല ഓസുലു ദക്കരിൽ മുജാമി, സംയോഗം ചെയ്തവന്റെ ലിംഗം കഴുകൽ ഉജൂബില്ല. നജസാണെന്ന് പറഞ്ഞാലും ഉജൂബില്ല, ഇല്ല എന്ന് പറഞ്ഞാൽ ഏതായാലും ഉജൂബില്ല. ത്വാഹിറാണെന്ന് പറഞ്ഞാൽ ഏതായാലും ഉജൂബില്ല, നജസാനെന്ന് പറഞ്ഞാലും ഉജൂബില്ല, കാരണം അഫ്വാണ് ഇതാ. വൽ ബൈളി, അതുപോലെ തന്നെ മുട്ട കോഴിയുടെ അകത്തുനിന്ന് വരികയല്ലേ. ഈ വരുന്ന സമയത്ത് അതിമലി ഒരു തരത്തിലുള്ള റുതൂബത്ത് പറ്റിയിട്ടുണ്ടാവൂലേ, അപ്പൊ അത് കഴുകൽ ഉജൂബില്ല. വൽ വലതി, കുഞ്ഞ് എന്നിവ ഒരു കുഞ്ഞിനെ തുടച്ചിട്ടേ ഉള്ളൂ. കുളിക്കൽ പ്രസവിച്ച ഉമ്മാക്ക് കുളിക്കൽ ഉജൂബ, കുട്ടിനെ കഴുകൽ ഉജൂബില്ല. അപ്പൊ എന്താ ഈ റുതൂബ, ഈ നേരത്തെ പറഞ്ഞ ഗർഭാശയ ജലം കുട്ടിയെ പറ്റിയിട്ടുണ്ടാവുമല്ലോ, തുടച്ചെറിഞ്ഞാലും മതി, അത് ആ കഫുള്ള ഈ പെട്ടതാണ്. അങ്ങനെ പോയാക്കി ശരി, അതിനൊരു സ്ഥലം പാടില്ല, അതങ്ങനെ പോവുകയാണ്. ഞാൻ അവിടെ നിന്നോട്ടെ. ഈ ശരിഞ്ഞു അങ്ങനെ അഫ്തൊക്കെ അടിച്ചു വെച്ചിന്,
ഇപ്പൊ തന്നെ 1 മണിക്കൂർ കഴിഞ്ഞു കഴിച്ചിട്ട് അധികമാകുമ്പോഴേ, അധികമായാൽ അമൃതും വിഷം എന്നാണ്. അപ്പൊ മടുപ്പ് വന്ന ഈ മോചാരി ഇതൊന്ന് നിർത്തിയെങ്കിൽ എന്ന് തോന്നുന്ന അവസ്ഥ വന്ന പിന്നെ നാളെ വരുന്നവര് കരുതും മൂപ്പരെ ദർസ് കഴിയട്ടെ എന്നിട്ട് നോക്കാം നമുക്ക്. അപ്പൊ അതുകൊണ്ട് മടുപ്പിക്കണ്ട. ബാക്കി ഇൻഷാ അല്ലാഹ് റബ്ബ് തൗഫീഖ് ചെയ്താൽ അഫ്താ ശൈഖുന മുതൽക്ക് നാളെ ഓതാം ഇൻഷാ അല്ലാഹ്. പിന്നെ ഇനി ആ കെട്ടിട്ട കയറൊക്കെ ഒന്ന് കഴിച്ചു കൊടുത്താളി. ആർക്കെങ്കിലും വല്ല ഇഷ്കാലൊക്കെ ചോദിക്കാണെങ്കിൽ ചോദിക്കാലോ. ബിസ്മില്ലാഹ്.